നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് പുൽപ്പള്ളിയിൽ ഭീതി പരത്തിയ കടുവ കെണിയിൽ. ദേവർഗദ്ദയിൽ കൂട്ടിൽ കുടുങ്ങിയത് 2 വയസ്സുള്ള പെൺകടുവ. വിശദ പരിശോധനയ്ക്കായി കടുവയെ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങുകൾ ഇന്ന്. പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സമാധിയിരുത്തും. കുടുംബാംഗങ്ങളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം നിർണായകം. പാറശാല ഷാരൂൺ വധക്കേസിൽ വിധി ഇന്ന്. കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തിക്കൊടുത്ത കേസിൽ വിധി പറയുന്നത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി. പ്രതി ഗ്രീഷ്മയും അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിലെയും പ്രതികൾ. പതിനഞ്ചാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. വിവിധ വിഷയങ്ങൾ സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം. മതഭീകരവാദ ശക്തികളെ കൂടെ കൂട്ടി CPM. കോഴിക്കോട്ട് നാളെ നടക്കുന്ന MEC7 മേഖലാ സമ്മേളനത്തിൽ MLA സച്ചിൻ ദേവ് മുഖ്യാതിഥി. CPM നേതാക്കളുടെ പരസ്യ പിന്തുണ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നതിനിടെ. ഗാസ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാനുള്ള ക്യാബിനറ്റ് യോഗം നീട്ടിവെച്ച ഇസ്രയേൽ. ധാരണയിൽ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ ഹമാസ് നീക്കമെന്ന നെതന്യാഹു. 1ാം ഘട്ട കരാർ ഞായറാഴ്ച തന്നെ നടപ്പാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. എറണാകുളം ചേന്നമംഗലത്തെ കൂട്ടക്കൊലയിൽ പ്രതി ഋതുരാജിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൊലപാതകം മുൻ വൈരാഗ്യത്തിലെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വിജയവഴിയിൽ തിരിച്ചെത്തി റയൽ മാഡ്രിഡ്. കോപ്പ ഡെൽ റെയിൽ 2-നെതിരെ 5 ഗോളിന് സെൽറ്റ വിഗോയെ തകർത്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാടകീയ തിരിച്ചുവരവ്. സതാംപ്ടനെ തകർത്തത് 1-നെതിരെ 3 ഗോളുകൾക്ക്. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാംരാജിനറിയാം മലയാളക്കര. ശബരിമലയിൽ ഭക്തജന തിരക്കിൽ നേരിയ കുറവാണ്. ഇന്നുകൂടി മാത്രമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം. നാളെ മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, സ്വാമി ശരണം. ഇനിയിപ്പോൾ ഈ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രധാന ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണ്. ഇന്ന് അതുപോലെ തന്നെ ഈ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പുമൊക്കെ അതിൽ വളരെ പ്രാധാന്യമുള്ളതുമാണ്. പക്ഷേ ഇന്നിപ്പോൾ നേരിയ കുറവ് ഭക്തരിലുണ്ടല്ലേ? തീർച്ചയായും അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹത്തിലായിരുന്നു സന്നിധാനം ഒന്നാകെയുള്ളത്. ആ ഒരു തിരക്കിൽ നേരിയ ഒരു കുറവ് മാത്രമാണ് ഉള്ളത്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന്, അതായത് 2 മാസത്തിലധികം നീണ്ട ആ പുണ്യം നിറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു ദിനങ്ങൾക്ക് സമാപനമാകാൻ എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, സന്നിധാനത്തെ ഈ
മകരവിളക്കിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുക. ഇന്നുകൂടി മാത്രമാണ് തിരുവാഭരണ വിഭൂഷിതനായ വില്ലാളി വീരനായ വീരമണികണ്ഠനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാനുള്ള ഒരു അവസരമുള്ളത്. അതോടൊപ്പം തന്നെ നാളത്തെ പ്രധാന ചടങ്ങുകൾ ഇങ്ങനെയാണ്. നാളെ ഉച്ചപൂജയ്ക്ക് മുമ്പാണ് പന്തളം കൊട്ടാരത്തിൻ്റെ കളഭ നടക്കുക. ഏറെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ്. അതിനുശേഷം വൈകിട്ടാണ് ഈ അത്താഴ പൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കുക. എന്തായാലും അതും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒന്നാണ്. അതിനുശേഷം മറ്റന്നാൾ വൈകിട്ടാണ് ഗുരുതി നടക്കുക. ഗുരുതിക്ക് ശേഷം നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ തീർത്ഥാടന കാലത്തുള്ള ഭക്തർക്കുള്ള ഒരു ദർശനം അവസാനിക്കും. പിറ്റേ ദിവസം അതായത് 20-ാം തീയതി രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം അനുവദിച്ചിട്ട് ഉള്ളത്. അതിനുശേഷം തിരുവാഭരണം തിരിച്ചിറങ്ങുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പൂർണ്ണമായുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തും. അങ്ങനെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സന്നിധാനം പോകുന്നു. എങ്ങും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്. അതോടൊപ്പം തന്നെ ഈ 2 മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉള്ള ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഭക്തി നിർഭരതയുടെ ഒരു കാഴ്ചകളാണ് എങ്ങും കാണാൻ കഴിയുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്ന് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ തിരക്കിൽ നേരിയ ഒരു കുറവ് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തിനധികമായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. തുടക്കത്തിൽ വലിയ ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അത് സ്പോട്ട് ബുക്കിംഗ് അടക്കം നിർത്തലാക്കുന്ന ഒരു സമീപനം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഭക്തജന പ്രതിഷേധത്തിന് മുന്നിൽ അതൊക്കെ തന്നെ മാറിയിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെ സന്നിധാനം പോവുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം നീങ്ങുകയാണ്. എന്തായാലും ഇന്നു കൂടി മാത്രമാണ് കഴിഞ്ഞ ദിവസം പന്തളത്തു നിന്ന് കൊണ്ടുവന്ന രാജാതിരാജനായ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുവാനുള്ള തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പസ്വാമിയെ കാണുവാനുള്ള ആ ഒരു അവസരം ഇന്നുകൂടി മാത്രമാണ് ഉള്ളത്. വീണ ദേവിക. ഓക്കെ, ശരി അരുൺ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അവിടുത്തെ ചടങ്ങുകളിലേക്കൊക്കെ നമുക്ക് പോകാം അല്ലേ? അതെ. ശബരിമലയിലെ ഏറ്റവും ശ്രേഷ്ഠവും പ്രധാനവുമായ വഴിപാടാണ് പടിപൂജ. ഭക്തസഹസ്രങ്ങളുടെ ശരണം വിളികൾക്ക് നടുവിൽ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിലാണ് മറ്റൊരിടത്തും കാണാനാകാത്ത അപൂർവങ്ങളിൽ അപൂർവമായ പടിപൂജ നടക്കുന്നത്. അയ്യന്റെ തിരുസന്നിധാനത്തെ ദീപാരാധനയ്ക്ക് ശേഷമാണ് 18 മലകൾക്കും അധിപതിയായ ശബരിഗിരീശ്വരന് മുന്നിൽ പടിപൂജ തുടങ്ങുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ശരണം വിളികളാൽ മുഖരിതമാകുന്ന സന്നിധാനത്തെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ചാണ് പടിപൂജ നടക്കുന്നത്. ഭഗവാന്റെ 18 മലകളെയും പ്രതിദാനം ചെയ്യുന്ന പുണ്യം പേറുന്ന പവിത്രമായ പരിവാപരമായ പൊന്നു 18-ാം പടി. പടികളെല്ലാം പുഷ്പങ്ങൾ കൊണ്ടലങ്കരിച്ച് നിലവിളക്ക് കൊളുത്തി പ്രകൃതിയെ ആരാധിച്ച് പൂങ്കാവനത്തിലെ 18 മലകൾക്കായി പൂജ നടത്തുന്നു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന പൂജയിൽ മേൽശാന്തിയും കീഴ്ശാന്തിയും സഹകാർമ്മികരാകുന്നു. സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി അയ്യന്റെ സന്നിധിയിൽ നടത്തുന്ന ഈ വഴിപാട് ഏറ്റവും ചിലവേറിയതാണ്. 2039 വരെ പടിപൂജ നിലവിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജനം, സന്നിധാനം. വീണ, അങ്ങനെ നാടിനെ വിറപ്പിച്ച ഒരു കടുവ കൂട്ടിലായിരിക്കണം. ആ റിപ്പോർട്ടാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. വയനാട് അമരക്കുനി ജനവാസ മേഖലയെ വിറപ്പിച്ച കടുവ കൂട്ടിലായി. 7 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് കടുവയെ പിടികൂടിയത്. ദേവർ ഗന്ധയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 10 ദിവസത്തിനിടെ 5 ആടുകളെ കടുവ കൊന്നിരുന്നു. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ,
ചെറിയൊരു ആശ്വാസം ആ പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ കടുവയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ വലിയ ആശ്വാസമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്. ഇപ്പോഴാണ് ശരിക്കും ഒരു ഗുഡ് മോർണിംഗ് ആയത് ഇവിടെയുള്ളവർക്ക്. ഇത്രയും നാളും പേടി കൊണ്ട് രാവിലെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ആ കടുവയെ പിടികൂടിയത്. ഈ കടുവയ്ക്ക് ചെറിയ പരിക്കുണ്ട്. 8 വയസ്സുള്ള ഒരു പെൺകടുവയാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഈ ബത്തേരി കുപ്പാടിയിലെ പരിചരണ കേന്ദ്രമുണ്ട്, ആ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെയാണ് ഈ കടുവയെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇവിടെ നിന്നും ഇതിന് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് കടുവയെ എങ്ങോട്ട് മാറ്റുമെന്നുള്ള ഒരു തിരിച്ചപ്പെടുത്തൽ ഉണ്ടാവുക. എന്തിനാ തന്നെയും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കടുവ അകപ്പെട്ടു എന്ന് പറയുന്നതിൽ വലിയ ആശ്വാസം കൊള്ളുകയാണ് ജനങ്ങൾ. 10 ദിവസത്തോളമായി ഇത്തരത്തിൽ ഈ കടുവ ഈ പ്രദേശത്താകെ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ഒരു 5ഓളം വളർത്തുമൃഗങ്ങളെയാണ് അല്ലെങ്കിൽ ആടിനെയാണ് ഈ കടുവ പിടിച്ചത് എന്നുള്ളതാണ് ഏറെ വസ്തുത. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുകയും ചെയ്തിരുന്നു. ഇതുവരെയും വനം വകുപ്പിന് ഈ ഒരു 9 ദിവസത്തോളം ഈ കടുവയെ പിടികൂടാൻ ആയിട്ടില്ല, മൈക്കൂടി വെക്കുവാനായിട്ടില്ല. അതിനുശേഷമാണ് ഇന്ന് കടുവ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിൽ ഈ കടുവ ഈ പ്രദേശത്ത് ഇറങ്ങിയത് CCTV ഇത്തരത്തിലൊരു ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നു. ആ പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കടുവയെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അമരക്കുന്നി, ദേവർഗത, തുപ്ര, ഊട്ടിക്കവല ഇങ്ങനെയുള്ള നിരവധി മേഖലകളിലാണ് ഇത്രയും ദിവസം, ഏകദേശം 9 ദിവസത്തോളമായി 10 ദിവസത്തോളമായി ആ കടുവ ഇറങ്ങുന്നു, പല സ്ഥലങ്ങളിലെത്തുന്നു, 5ഓളം ആടുകളെ കൊല്ലുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭീതി ആ ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. തുടർന്ന് വനം വകുപ്പ് ഈ പ്രദേശത്ത് എത്തുകയും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്തിരുന്നു ആദ്യ ദിവസങ്ങളിൽ. എന്നാൽ ആ കടുവയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നീട് RRT ടീം അംഗങ്ങളടക്കം ഈ പ്രദേശത്തെത്തി, ഡോക്ടർ അരുൺ സക്കറി എത്തി. പിന്നീടും വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടന്നു. ഈ പരിശോധന നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു സ്ഥലം അമരക്കുനിയിൽ ഇപ്പോൾ പരിശോധന നടത്തി അവിടെ ഒരു കൂട് വെച്ച് കഴിയുമ്പോൾ പിന്നീട് കടുവ ദേവർഗതയിലേക്ക് പോകുന്നു. അവിടെ വീണ്ടും ഒരു ആടിനെ കൊല്ലുന്നു. അവിടെ വനപാലകരെത്തി പരിശോധന നടത്തി കൂട് വെക്കുമ്പോൾ പിന്നീട് അവിടെ തൂപ്ര പ്രദേശത്ത് പോകുന്നു. അങ്ങനെ ഈ വനപാലകരെ വെട്ടിച്ചുകൊണ്ട് വനപാലകരെ ഒരു കൺകെട്ട് വിദ്യ പോലെ തന്നെ കടുവ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ ഭീതിയും ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് മുതിരുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള അടക്കമുള്ള സംഘം പിന്നീട് മറ്റു വഴികൾ ആലോചിച്ചത്. അങ്ങനെയാണ് പിന്നീട് ഈ തെർമൽ ഡ്രോൺ പറത്തുക, അത്തരത്തിൽ കടുവയെ നിരീക്ഷിക്കുക, കണ്ടെത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. തുടർന്ന് ഈ തെർമൽ ഡ്രോൺ പറത്തിയതിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചതിലൂടെ കടുവയുടെ സാന്നിധ്യം പല സ്ഥലത്തും കണ്ടിരുന്നെങ്കിലും പിന്നീടും കടുവയെ പിടികൂടാൻ സാധിച്ചില്ല. ഒരു 3-4 ദിവസം മുമ്പ് കടുവ ഒരു കൂടിനടുത്ത്, അതായത് ഇവർ കെണിവെച്ച കൂടിനടുത്ത് അടുത്തെത്തുകയും പിന്നീട് കടുവ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല മറ്റൊരു ദിവസം ഇത്തരത്തിലുള്ള ഒരു കാപ്പിത്തോട്ടത്തിനിടയ്ക്ക്, അതായത് കൂടി നിൽക്കുന്ന കാപ്പിത്തോട്ടമാണ്, അതിനിടയ്ക്ക് കടുവയെ കണ്ടെങ്കിലും അവിടെ നിന്നും കടുവ വെടിവെക്കുവാൻ സാധിച്ചില്ല, മയക്കൂടി വെക്കുവാൻ സാധിച്ചില്ല. അതായത് ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന കാപ്പിത്തോട്ടം ആയതുകൊണ്ട് തന്നെ കടുവയെ വെടിവെക്കാൻ സാധിച്ചില്ല. ആ ഒരു കടുവ പിന്നീട് തുറസായ സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വനപാലകർ. എന്നാൽ കടുവ പിന്നീട് ഈ തുറസായ സ്ഥലത്തെത്തിയില്ല. തൊട്ടപ്പുറത്ത് തന്നെ കാടുള്ള പ്രദേശമാണ്, അങ്ങോട്ട് പോകുന്നു. പിന്നീടാണ് ഈ തുപ്ര മേഖലയിൽ ഇറങ്ങി ഈ തുപ്ര അങ്കണവാടിക്ക് സമീപം വീണ്ടും ഒരു ആടിനെ കടുവ കൊല്ലുന്ന ശേഷം അവിടെയുള്ള ഒരു വ്യക്തി, അവിടെയുള്ള ഒരു കർഷകൻ പിന്നീട് ഈ കടുവയെ കാണുകയും ചെയ്യുന്നു. പിന്നീട് ആ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. പിന്നീടാണ് ഇന്നലെ ദേവർഗതയിൽ സ്ഥാപിച്ച കൂട്, അത് തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂടാണ്, അത് പിന്നീട് മാറ്റി ദേവർഗതയിലേക്ക് സ്ഥാപിക്കുകയായിരുന്നു. ആ ദേവർഗതയിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. എന്തിനാ തന്നെ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. പക്ഷേ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ആശ്വാസമുണ്ടെങ്കിലും വയനാട്ടുകാർ ഇപ്പോഴും വലിയ ഒരു വിഷമത്തിലാണ്. എപ്പോഴും ഈ കടുവ അല്ലെങ്കിൽ ആന ഇറങ്ങുമ്പോൾ മാത്രം അതിനെ പിടികൂടുകയും അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വയനാട്ടിൽ തന്നെ വേറൊരു കാട്ടിലേക്ക് അതിനെ മാറ്റുന്നു, വീണ്ടും അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതല്ല വേണ്ടത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അതായത് ഒരു വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ പിടികൂടുക എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ എങ്ങനെ കാണാൻ സാധിക്കും, എങ്ങനെ പുറത്തിറങ്ങാതിരിക്കും എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഈ ആനയൊക്കെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള റെയിൽ ഫെൻസിംഗ് അടക്കം കൂടുതലായി ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ
രീതിയിലുള്ള മറ്റ് ഫെൻസിംഗ് രീതികളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. പഴയകാല ഫെൻസിംഗ് രീതികളാണ് ഇപ്പോഴും മിക്കയിടങ്ങളിലും വയനാട്ടിൽ അവലംബിച്ചിട്ടുള്ളത്. കിടങ്ങുകൾ തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കിടങ്ങുകളൊന്നും പകുതി പൂർത്തിയാവാത്ത അവസ്ഥയാണ്. മതിലുകൾ തീർക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ മിക്കയിടങ്ങളിലും മതിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും വീണ്ടും ഈ വന്യമൃഗങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് സ്ഥിരമായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഈ സ്ഥിരമായി ഇറങ്ങുമ്പോൾ പിന്നീട് ഇത്തരത്തിൽ സർക്കാർ അർജുൻ, അതുകൊണ്ടാണ് ഈ സ്ഥിരമായ ഒരു സംവിധാനം വേണം എന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം അവരുടെ ഉറക്കം കെടുത്തിയ ഒരു കടുവ വലയിലായി. ഇനി ഈ കടുവയെ ഇപ്പോൾ അറിയുന്നത് കുപ്പാടിയിലെ അനിമൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് പിന്നീട് നമുക്കറിയാം ഇതിനെ കാട്ടിലേക്ക് തന്നെ തുറന്നു വിടും. ഈ കാട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ അത് ഏത് ഭാഗത്തു കൂടി വീണ്ടും നാട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ആ ഭാഗത്തെ ആളുകൾക്ക് എപ്പോഴും ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധവും ഒക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ തൽക്കാലം ഒരു ആശ്വാസം എന്നല്ലേ കരുതാൻ കഴിയൂ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമാണ് നമുക്ക് കരുതാൻ കഴിയുക. വീണ്ടും ഈ ഒരു കടുവ ഇറങ്ങുമ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആന ഇറങ്ങി പല സ്ഥലത്തും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കുട്ടി ആനയെ കഴിഞ്ഞ ഇതിനു മുൻപാണ്, ഒരാഴ്ച മുൻപാണ് തിരുനെല്ലി കാട്ടിക്കുളത്ത് നിന്നും പിടികൂടുന്നത്. അത് ആ ഒരു റിപ്പോർട്ടടക്കം ആ ഒരു വാർത്തയടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ നിരന്തരമായി ഈ വയനാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ വന്യമൃഗം അല്ലെങ്കിൽ ആന കടുവ എന്നിവ ഇറങ്ങുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് വയനാട്ടിൽ. തിരുനെല്ലി ഭാഗത്തൊക്കെ ജനവാസ മേഖലകളിലേക്ക് മിക്ക ദിവസങ്ങളിലും ആന ഇറങ്ങുന്നത് പതിവാണ്. ബത്തേരി ഭാഗത്തടക്കം ഇത്തരത്തിൽ ആന ഇറങ്ങുന്നത് പതിവാണ്. അങ്ങനെ ഈ പുൽപ്പള്ളി, ഇപ്പോൾ ഈ കടുവയെ പിടിച്ച പുൽപ്പള്ളിയിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ വന്യജീവി സംഘർഷം നിരന്തരമായി ഉണ്ടാവുകയാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലൊരു ആന ഈ പുൽപ്പള്ളി ഭാഗത്ത് ഒരാളെ കൊല്ലുകയും പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അവിടെ ഒരു കളമൊരുങ്ങുകയും ചെയ്തത്. നമുക്ക് അന്ന് നമ്മൾ വാർത്തയൊക്കെ നൽകിയതാണ്, ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ നടുറോട്ടിൽ ആളുകൾ കുത്തിയിരുന്നു കൊണ്ട് വനപാലകരുടെ ജീപ്പൊക്കെ അടിച്ചു. അർജുൻ, തുടരുക. ഇപ്പോൾ സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അജിത് കെ രാമൻ, ഇപ്പോൾ താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു. എന്തായാലും അത് ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ ഈ കൂട്ടിലായ കടുവയെ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളതാണ് ആശങ്ക. ആദ്യം ഹോസ്പിറ്റലിലേക്ക്, പക്ഷെ വീണ്ടും ഈ കാട്ടിലേക്ക് തുറന്നു വിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്താണ് എന്നൊക്കെ ഉള്ളതും ആളുകൾ ആശങ്കയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. ഇല്ല, ഇതില് പൂർണ്ണമായിട്ടുള്ള ആശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം കഴിഞ്ഞ 9 ദിവസങ്ങളിലായിട്ട് തുടരുന്ന ഒരു ദൗത്യമാണ് ഇന്നലെ ഫലപ്രാപ്തിയിലെത്തിയത്. അപ്പൊ ഈ ഒരു കടുവ പ്രാഥമികമായിട്ട് തന്നെ അതിന് ഇടത് മുൻകാലുകളിൽ പരിക്ക് ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കുപ്പാടിയിലുള്ള ആനിമൽ ഹോസ്പിറ്റൽസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീക്കിയത്. ഇന്ന് പരിശോധനകൾ പകൽ വെളിച്ചത്തിൽ ഡോക്ടർ അരുൺ സക്രിയൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടരുന്നതാണ്. ഏതായാലും ഒരു തീരുമാനം വ്യക്തമാണ്. പരിക്കുള്ള മൃഗമാണെങ്കിൽ നമുക്കിതിനെ തിരിച്ച് അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് റിലീസ് ചെയ്യാൻ കഴിയില്ല. അതിനെ സൂയിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഇതിപ്പോൾ ഈ ഇത്ര ദിവസം നാട്ടുകാരുടെ ഉറക്കം കെടുത്തി, ഒപ്പം നിങ്ങളുടെ ടീമിൻ്റെയും ഈ 7 ദിവസവും അഹോരാത്രമുള്ള തിരച്ചിൽ കൂടിയായിരുന്നു. എങ്ങനെയാണ് ആ ടീമുകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്? അവരെ നമുക്ക് അഭിനന്ദിക്കാൻ കൂടി സമയം ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ടീമംഗങ്ങളുടെ ഒരു ഏകോപനം തന്നെയാണ് ഇതിന്റെ ഒരു മുഖ്യ വിജയം എടുത്തു പറയാനുള്ളത്. എടുത്തു പറയേണ്ടത് ചെതലത്ത് റേഞ്ചിലെ ഇരളം ഫോറസ്റ്റ് സ്റ്റേഷൻ, അതുപോലെ തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ, വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ, സുൽത്താൻ ബത്തേരി RRT, വെറ്റിനറി ടീം, പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ അജേഷ് മോഹൻദാസ്, ഡോക്ടർ ഇല്യാസ്, ബയോളജിസ്റ്റ് വിഷ്ണു എന്നീ സംഘങ്ങൾ അടങ്ങിയ ടീം, ബത്തേരി RRT, മാനന്തവാടി RRT, ഇവരുടെ എല്ലാവരുടെയും ഏകോപനം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഉദ്യമം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഈ ഭാഗത്ത് ഈ ആശങ്ക ഇങ്ങനെ തുടരുന്നുണ്ടോ ശ്രീ അജിത് കെ രാമൻ? കാരണം ഈ കടുവ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അത് സ്ഥിരമാണ്. ആടുകളെ, അവരുടെ ജീവനോപാധി കൂടിയാണ് നഷ്ടപ്പെടുന്ന നാട്ടുകാരുടെ. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ നിരീക്ഷണ സംവിധാനമോ അവിടെയുള്ള സംവിധാനങ്ങളോ എങ്ങനെയായിരിക്കും ഒരുക്കുക? അല്ല, ഈ ഒരു കാലം നമ്മൾ തീർച്ചയായിട്ടും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ പരിക്ക് പറ്റിയതും അതുപോലെ തന്നെ ടെറിട്ടറി നഷ്ടപ്പെട്ടതുമായിട്ടുള്ള കടുവകൾ
സാധാരണയായി ഇറങ്ങാറുള്ള സമയമാണ്. ഇത്തരം പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ വനം വകുപ്പ് ഇടപെടുകയും അത്തരം കടുവകളെ പിടികൂടി ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റുന്ന നടപടി മുൻപിനാലെ എടുത്തിട്ടുള്ളത് പോലെ തന്നെ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഓക്കെ, വളരെ നന്ദി ശ്രീ അജിത് കെ രാമൻ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് പരിക്ക് പറ്റിയ കടുവയായതുകൊണ്ട് ഇനിയിപ്പോൾ ആദ്യം ഹോസ്പിറ്റലിലേക്ക് മാറ്റുക, പിന്നീട് സൂവിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് വിട്ടാൽ ചിലപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഏതായാലും അതും ഒരു ആശ്വാസ വാർത്ത തന്നെയാണല്ലേ? അതെ, ഓക്കെ. ശരി വീണ, ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ ഫെബ്രുവരി 7-ന് ബജറ്റ് അവതരിപ്പിക്കും. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ വാശിയേറിയ മത്സരത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ PV അൻവറിന്റെ അഭാവം ശ്രദ്ധേയമാകും. ഇവരുമായി നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും പ്രജിത്ത് മോഹനനും രാജ്ഭവന്റെ മുന്നിൽ നിന്നും എസ് ശാലിനിയും ചേരുന്നുണ്ട്. ശാലിനി, എപ്പോഴായിരിക്കും ഗവർണർ പുറത്തേക്ക് വരിക? അതും ഒരു വലിയൊരു കാഴ്ച തന്നെയാണ്. ഗവർണർ സഭയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ഗവർണർ പുറപ്പെടാറായോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, വീണ, ഗുഡ് മോർണിംഗ്, നമസ്തേ. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. 2025-ലെ ആദ്യ സഭാ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ, പുതിയ വർഷത്തിൽ ആരംഭിക്കുന്ന സഭാ സമ്മേളനമാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുന്നത് ഗവർണറാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് സഭ ആരംഭിക്കും. 8:45-ന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും രാജ്ഭവനിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്ഭവന്റെ മുൻപിലാണ്, രാജ്ഭവനിൽ നിന്നും അദ്ദേഹം നേരെ നിയമസഭയിലേക്ക് തിരിക്കുകയും ചെയ്യും. 5 മിനിറ്റ്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം നിയമസഭയിൽ എത്തുകയും ചെയ്യും. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ കേരളത്തിലെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം എന്ന ഖ്യാതി കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബജറ്റ് സമ്മേളനത്തിനായിട്ടാണ് ഈ ഒരു സഭാ സമ്മേളനം ഏകദേശം 3 മാസങ്ങളായി തുടരുന്ന, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ തുടരുന്ന ഒരു സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകാൻ പോകുന്നത്. ഫെബ്രുവരി 7-ാം തീയതിയാണ് ബജറ്റ് അവതരണം നടക്കാൻ പോകുന്നത്. അതിനുശേഷം ബജറ്റിന്മേലുള്ള ചർച്ചകളടക്കം സഭയിൽ നടക്കും. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമായ സഭാ സമ്മേളന കാലയളവ് കൂടിയായിരിക്കും ഈ ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. സഭയ്ക്കുള്ളിൽ മാത്രമല്ല, സഭയ്ക്ക് പുറത്തും അത്തരത്തിലൊരു പ്രതിഷേധങ്ങളും ഒക്കെ ഇരുമ്പാനുള്ള സാധ്യതകളും ഏറുകയാണ്. അതേസമയം തന്നെയാണ് ഈ ഗവർണറുടെ നിലപാട് ഏറ്റവും നിർണായകമാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. കാരണം കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പല പരാമർശങ്ങളും സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ അന്ന് തിരുത്തണമെന്ന് അന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് തിരുത്താത്ത നയം സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സഭയിലേക്ക് താനില്ല എന്നുള്ള നിലപാടടക്കം അന്ന് മുൻ ഗവർണർ സ്വീകരിച്ചതാണ്. സമാനമായ രീതിയിൽ ഒന്നും തന്നെ ഇത്തവണ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സമാധാന അന്തരീക്ഷത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത്. അതേസമയം തന്നെ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന, സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിയിരിക്കുന്ന കാര്യങ്ങൾ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വായിക്കുമോ? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കി അദ്ദേഹത്തിന്റെ എതിർപ്പ് രേഖപ്പെടുത്തി വായിക്കുമോ എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും 8:45 അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെടും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം പ്രവേശിക്കും. നിയമസഭയുടെ പ്രധാന കവാടത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കുക മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ നിയമമന്ത്രിയും ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവരാണ്. സഭയിലേക്ക് എത്തുന്ന അദ്ദേഹം ആദ്യം സഭാ സമ്മേളനത്തിന്റെ നടപടികൾ തുടങ്ങുന്നതോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം വായിക്കുകയും ചെയ്യും. എത്ര പേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സമയമെടുത്തായിരിക്കും അദ്ദേഹം ഈ ഒരു പ്രസംഗം വായിക്കുക എന്നുള്ളതൊക്കെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച, അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഗവർണറും സർക്കാരുമായിട്ടൊക്കെയുള്ള പോരൊക്കെ തുടരുന്നതിൽ പുതിയ ഗവർണർ വന്നതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഐക്യം എങ്ങനെയാണ് എന്നൊക്കെ കണ്ടറിയാനുള്ള, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു വേദി കൂടിയായി ഇന്നത്തെ നിയമസഭാ സമ്മേളനം മാറും, അല്ലെങ്കിൽ സഭാ സമ്മേളനത്തിന്റെ തുടക്ക ദിവസം മാറും എന്നുള്ളതിൽ സംശയമില്ല. ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപൊക്കെ മാധ്യമങ്ങളെ കണ്ട
കണ്ടപ്പോഴൊക്കെ ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാരുമായി കൊമ്പുകോർക്കാനൊന്നും താനില്ല, പക്ഷേ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടും എന്നുള്ള കാര്യം ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തെറ്റുകളൊക്കെ ഇന്ന് മുതൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നും നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഒപ്പം തന്നെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പാലക്കാട് ഒപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ്. ആ വാശിയേറിയ മത്സരത്തിന് ശേഷമുള്ള സഭാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഒപ്പം തന്നെ PV അൻവർ അടക്കമുള്ളവരുടെ ശാലിനി, ഒരു പക്ഷേ ദേവിക സൂചിപ്പിച്ചതുപോലെ ആ കാഴ്ച കാണാൻ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുന്ന കാഴ്ച, അദ്ദേഹം നിയമസഭയിൽ എത്തുമ്പോഴുള്ള സ്വീകരണം, അതൊക്കെയും കാത്തിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് പ്രജിത്ത് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ ശാലിനി പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ടല്ലോ, ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുന്നു, ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം അടക്കമുള്ള ചടങ്ങുകളിലേക്കൊക്കെയാണ് കടക്കുന്നത്. ഈ ബജറ്റ് സമ്മേളനമാണ് ഇത് എന്നുള്ളത് അത്തരത്തിൽ കേരളത്തിന് പ്രസക്തമാണ്. പക്ഷേ അതേസമയം തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതേസമയം വിഷയങ്ങൾ പുതുതായി പലതും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സമ്മേളന കാലയളവ്? പതിവിന് വിപരീതമായി ഭരണപക്ഷവും പ്രതിപക്ഷത്തിനുമെതിരെ ഒട്ടനവധി വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സഭാ സമ്മേളന കാലയളവ് തന്നെയാണ് ഇക്കുറിയും ഉള്ളത്. എന്തായാലും ഈ ധനാഭ്യർത്ഥന ചർച്ചകളും ബജറ്റ് സമ്മേളനവും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നെങ്കിലും നിറഞ്ഞു നിൽക്കുക രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ തന്നെയായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒന്ന്, പ്രതിപക്ഷത്തിനെതിരെ എടുത്തു പറയുകയാണെങ്കിൽ വയനാട് DCC ട്രഷററുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും ആത്മഹത്യയും തുടർന്നുള്ള വിവാദങ്ങളും എല്ലാം എന്തായാലും സഭയിൽ പ്രതിപക്ഷത്തിനൊരു പ്രതിരോധം തന്നെയാണ്. സർക്കാരിനെതിരെ കാര്യക്ഷമമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കാൻ പ്രതിപക്ഷത്തിനൊരു കരുത്ത് കുറയുന്നൊരു സാഹചര്യം ഈ വിവാദത്തോടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ട് മുന്നണികളും ഏതാണ്ട് തുല്യമായി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതും കാര്യമായ ഒരു രാഷ്ട്രീയ മത്സരത്തിനോ ഒരു പൊളിറ്റിക്കൽ എഡ്ജോ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നൽകുന്നില്ല. അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ ഒരുപാട് വിഷയങ്ങൾ പ്രതിരോധിക്കാനുള്ളൊരു സഭാ സമ്മേളന കാലയളവാണ് വന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്നാലും സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രശ്നങ്ങൾ, മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ, വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നടക്കാത്തത്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സഭയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. അപ്പോഴും പ്രതിപക്ഷത്തിന് കൃത്യമായി ഒന്ന് പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയുന്ന വിവാദങ്ങൾ പ്രതിപക്ഷ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും PV അൻവർ നിയമസഭയിലില്ലാത്ത ഒരു നിയമസഭാ സമ്മേളന കാലയളവിന് കൂടിയാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. അതോടൊപ്പം തന്നെ 2 പുതിയ MLA മാർ വരുന്നു. UR പ്രദീപും ഒപ്പം രാഹുൽ മങ്കൂട്ടത്തിലും നിയമസഭയിലേക്ക് വരുന്നു. അതിനൊപ്പം തന്നെയാണ് PV അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് ചർച്ചയാകുന്നത്. പക്ഷേ അപ്പോഴും PV അൻവർ ഉയർത്തിവിട്ട ചർച്ചകൾ, അതുമായി തുടർന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ സഭാ സമ്മേളന കാലയളവിൽ ഉന്നയിക്കും. ഏറ്റവും പുതിയതായി പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം എഴുതി നൽകിയിട്ടുള്ള അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ എന്തായാലും സഭയുടെ മുന്നിലേക്ക് പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്രത്തോളം സമാധാനപരമായി സമ്മേളനം കടന്നു പോകുമെന്നുള്ളത് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഒരു ബജറ്റ് സമ്മേളനം എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് ഒട്ടനവധി സാമ്പത്തിക വിഷയങ്ങൾ നിലനിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് കൃത്യമായൊരു വരുമാനമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ചെലവുകൾ, ധൂർത്തുകളൊക്കെ വലുതായി നിൽക്കുന്നു. അടുത്ത നവംബർ 28 വരെ മുണ്ടുമുറുക്കി കൊടുക്കാൻ സർക്കാർ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും ഒക്കെയുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. ബില്ലുകൾ മാറുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഒരു ബജറ്റ് കൂടി വരുന്നത്. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാകുന്നത് എന്തായിരിക്കും ഈ ബജറ്റിൽ സർക്കാർ കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ധനമന്ത്രി കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നു, അതിന് പിന്നാലെ നിയമസഭാ സമ്മേളനം വരുന്നു, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളുടെയും പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത്തെ ബജറ്റ് എത്തുമ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തുണ്ട്. പക്ഷേ അതിനുള്ള പണം കണ്ടെത്തുന്നത് എവിടെയെന്നുള്ള ചോദ്യമാണ് ധനമന്ത്രിയെ അലട്ടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ വർധനവ് കൊണ്ടുവരേണ്ടതുണ്ട്, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതുണ്ട്, വിവിധ വകുപ്പുകൾക്കുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 40% മാത്രം നടപ്പിലാക്കിയ പദ്ധതി വിഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ പുതിയൊരു സാമ്പത്തിക വർഷം എങ്ങനെ സർക്കാർ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യവും വലിയ രീതിയിൽ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാമുള്ള ഉത്തരം ഈ വരുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ, ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകും. 27 ദിവസം സഭ സമ്മേളിക്കുന്നുണ്ട്. വലിയൊരു കാലയളവ് തന്നെയാണ്. എന്തായാലും അത് ഒറ്റയടിക്കല്ല എന്നുള്ളതാണ്. വിവിധ ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പോൾ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുന്നു. അത് 20 തൊട്ട് അതിൻ്റെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി ചർച്ചകൾ തുടരുന്നു. പിന്നീട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് സഭ കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കും. അതിനുശേഷം വീണ്ടും സഭാ സമ്മേളനം ആരംഭിക്കും. അങ്ങനെ മാർച്ച് മാസം അവസാനത്തോടെയാണ് സഭാ സമ്മേളനം പൂർണ്ണമായി അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു നീണ്ട കാലയളവിലേക്ക് തന്നെ
സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നിയമസഭയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ച എന്തായാലും നമ്മൾ കാണാൻ പോകുകയാണ്. അപ്പോഴും ഒട്ടനവധി വിവാദങ്ങൾ തന്നെയാണ് ഈ നിയമസഭാ സമ്മേളനത്തെയും പ്രക്ഷുബ്ധമാക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിലെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുക. യെസ്, ഓക്കെ, ശരി പ്രജിത്ത് ആൻഡ് ശാലിനി. ഇന്നലെ നിയമസഭാ സമ്മേളനം ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഏറെ പുതുമകളുള്ള ഒരു സമ്മേളനവും കൂടിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം പാലക്കാട് ചേലക്കര മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം UR പ്രദീപും എല്ലാം ഇന്ന് സഭയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം PV അൻവറും കൂടി സഭയിൽ ഇല്ല എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ശരി, മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. മതാചാര്യന്മാരും സന്യാസിമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കുടുംബം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സമാധിയിൽ ദുരൂഹത ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. സ്വാഭാവിക മരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. നിലവിൽ മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, എങ്ങനെയാണ് ഈ സമാധി ചടങ്ങുകളിലേക്ക് ഇന്ന് കുടുംബം കടക്കുന്നത്? ഒരു പക്ഷേ ഈ ഗോപൻ സ്വാമിയെ ആരാധിച്ചിരുന്ന, അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്ന ഒട്ടേറെ നാട്ടുകാർ കൂടി അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെയും ആദ്യ ആ സമാധി ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് മുഹൂർത്തവും അങ്ങനെയൊക്കെ കുടുംബം വ്യക്തമാക്കിയിരുന്നതുമാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മോർച്ചറിയിലാണല്ലോ മൃതദേഹം ഉള്ളത്, പിന്നെ എങ്ങനെയാണ് ഈ ചടങ്ങുകൾ പിന്നീട് അങ്ങോട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? വീണ, വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഈ മൃതദേഹം വിലാപയാത്രയായി ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അതിനുശേഷമാണ് ഈ സമാധി ഇരുത്തൽ ചടങ്ങുകൾ നടക്കുക. 4 മണിയോടുകൂടി തന്നെ സമാധി ഇരുത്തും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചെറിയൊരു സമാധിയിടമായിരുന്നെങ്കിൽ അത് ഇന്ന് അത് കഴിഞ്ഞ ദിവസം പൊളിച്ച ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധനകളും തുടർന്ന് പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയത്. എന്നാൽ ഇന്ന് അതൊരു വലിയ സമാധിയിടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായും ഇവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷം വലിയൊരു സമാധി ഇടം നിർമ്മിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഈ ശിലയുണ്ടായിരുന്നു, അതായത് അത് ഉള്ളിൽ സ്ഥാപിച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സമാധി ഇരുത്തുക എന്നുള്ള ചടങ്ങുകളാണ് ഇന്ന് വൈകിട്ടോടെ നടക്കുക. അതിനുവേണ്ടി പ്രത്യേക ആചാര്യന്മാരും അതോടൊപ്പം തന്നെ മറ്റ് നാട്ടുകാരുമൊക്കെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഏറെ ചർച്ചയായ കാര്യം, അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇത്തരത്തിൽ പ്രാഥമികമായി അസ്വാഭാവികത ഇല്ല എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ രാസപരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ അതോടൊപ്പം തന്നെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മഹാസമാധി ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കതിൽ കാണാൻ സാധിക്കും, ഋഷിപീഠം എന്നുള്ള നാമകരണം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സമാധിയിടം പോലീസ് ഇടപെട്ട് സബ് കളക്ടർ ഇടപെട്ട് പൊളിച്ചപ്പോഴും കാണാൻ സാധിച്ചത്. അതായത് ഹൃദയഭാഗം വരെ ഭസ്മവും അതോടൊപ്പം തന്നെ കർപ്പൂരവും ഒക്കെ ഇട്ട് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട ശേഷം അത്തരത്തിൽ നിറച്ച നിലയിലായിരുന്നു. അങ്ങനെ ഒരു സമാധി ഇരുത്തൽ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിലാണ് പ്രാഥമികമായുള്ള ഒരു നിഗമനം, അതായത് അസ്വാഭാവികത ഇല്ല എന്നുള്ള നിഗമനത്തിൽ എത്തുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും പരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പായി തന്നെയാണ് ഇത്തരത്തിലൊരു മഹാസമാധി നടക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നാട്ടുകാരും എല്ലാവരും എത്തിയിരുന്നു, കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ മക്കളും അതോടൊപ്പം തന്നെ അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിരുന്നു. VSDP പോലുള്ള സംഘടനകൾ പിന്തുണയുമായി എത്തിയിരുന്നു. എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് ഇന്ന് വിലാപയാത്രയോടുകൂടിയുള്ള ഒരു സമാധി ഇരുത്തൽ ചടങ്ങാണ്. അതിനുവേണ്ടി ഇവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിന് മുന്നിൽ പന്തൽ ഒരുങ്ങുന്നുണ്ട്. ഇവിടേക്ക് ഇന്ന് നിരവധി ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ആചാരപരമായിട്ടുള്ള ചടങ്ങുകളായി തന്നെ ഇന്ന് ഈ സമാധി ഇരുത്തൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വലിയ തരത്തിലൊരു ദുരൂഹത നിലനിന്നു എന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അങ്ങനെ ചർച്ചയായിക്കൊണ്ടേയിരുന്നത്. അതിൽ ഈ സമാധി ഉണ്ടായി എന്നുള്ള കാര്യം അത് മറ്റാരും അറിഞ്ഞിരുന്നില്ല. ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പുറം ലോകം അറിയുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു ദുരൂഹ സാഹചര്യത്തിലായിരുന്നു പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം മുന്നോട്ട് പോയത്. ആ സമയത്തൊക്കെ തന്നെ കുടുംബം പറഞ്ഞിരുന്നത് മറ്റാരെയും അറിയിക്കുവാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അത്തരത്തിലൊരു മുഹൂർത്തമായിരുന്നു. അദ്ദേഹം ഗോപൻ സ്വാമി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സമാധി
സമാധിയെപ്പറ്റി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ കുടുംബം ഓരോ കാര്യങ്ങളായി ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. എങ്കിലും അതിലെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. അങ്ങനെ അത്തരത്തിൽ തന്നെയായിരുന്നു പിന്നീടുള്ള പരിശോധനകളും അന്വേഷണവും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഈ കുടുംബ അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും മുന്നോട്ട് പോയത്. എന്തായാലും ഈ മൊഴിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പരിശോധനയും ഒക്കെ തന്നെ ഏറെ സാമ്യമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു അസ്വാഭാവികത ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രാഥമികമായി ഒന്നുമില്ല. ക്ഷതമോ മുറിവുകളോ ശരീരത്തിലില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആന്തരികമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഫലം വരാനിരിക്കുന്നു. എന്തായാലും ഇവിടെയുള്ള കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്തുണയുമായി കുറേയധികം പേരെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്തരത്തിൽ വിലാപയാത്രയായി ഇവിടേക്ക് ഈ സമാധിയിരുത്തൽ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നിരവധി പേർ എത്തുമെന്നും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര്യന്മാരെയും അതോടൊപ്പം ഈ ഹൈന്ദവ നേതാക്കളുടെയും ഒക്കെ ഒരു സാമീപ്യം, ഒരു സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീടിന് മുന്നിലാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കണ്ടത് പുതിയ സമാധി ഇടമാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടേക്ക് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും കുറച്ച് അകലം മാത്രമാണ് ഈ ആശുപത്രിയുമായുള്ളത്. അവിടെ നിന്നുമാണ് വൈകിട്ട് ഈ വിലാപയാത്രയായി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെ ഇക്കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ വാക്കുകൾ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം മക്കളാണ് പറഞ്ഞത് ഇത്തരത്തിൽ സമാധി ഇരുത്തണമെന്നുള്ള കാര്യം. അത് നേരത്തെ തന്നെ തങ്ങളുടെ അച്ഛൻ, അതായത് ഗോപൻ സ്വാമി നേരത്തെ തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിന് തങ്ങൾ അക്കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യവും അത് പോലീസിനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങളെന്നും. എന്തായാലും പരിശോധനകളൊക്കെ അങ്ങനെ പുരോഗമിച്ചപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ആന്തരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭസ്മമോ അല്ലെങ്കിൽ ഡോക്ടർമാർ ചില സംശയമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലൊരു സംശയത്തിന് ഇടവയ്ക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മഹാസമാധി ഇരുത്തൽ ചടങ്ങാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഇടമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഈ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിൽ പൂജകൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതോടൊപ്പം തന്നെ ഇതിന് സമീപമുള്ള ഒരു പ്രദേശം, അതായത് പുറത്തോട്ട് പോകുന്ന ഒരു സ്ഥലത്ത് തന്നെ ഒരു കാവുണ്ട്. അത്തരത്തിലൊരു മറ്റ് കർമ്മങ്ങൾ, അതായത് പൂജാവിധികളൊക്കെ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം, അതിൽ മക്കളും അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു സ്ഥലം ഇപ്പോൾ വൃത്തിയാക്കി ഈ മറ്റ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇവിടേക്ക് കൂടുതൽ പേരെത്തും. അതോടൊപ്പം തന്നെ മറ്റ് ചടങ്ങുകൾ, അതായത് സമാധി ഇരുത്തുന്നതിന് മുമ്പായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വൈകിട്ടോടുകൂടി ഇത്തരത്തിലൊരു വിലാപയാത്ര ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്കതിനെ കൂടുതലായും എന്തൊക്കെയാണ് ചടങ്ങുകൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക എന്ന് അറിയാൻ സാധിക്കും. എന്തായാലും കുടുംബം അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഇവിടെ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാവിലെയോടുകൂടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി. അതിനുശേഷം ഇവിടേക്ക് മുഴുവൻ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് ആരെയും ഇങ്ങോട്ട് കടത്തിവിടാതെ ആ ഒരു അത്തരത്തിലൊരു ക്രമീകരണത്തിലായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സമാധി ഇടം പൊളിച്ച് അതിൽ നിന്നും ഈ ശരീരം എടുത്തുകൊണ്ട് പോയത്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിലൊരു പരിശോധനയൊക്കെ നടത്തിയത്. ശരി, എന്തായാലും ഇന്ന് 4 മണിക്ക് വിപുലമായ സമാധി ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. സന്യാസിമാരും മത ആചാര്യന്മാരും അവിടേക്ക് എത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വീണ, എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇന്ന് അവിടേക്ക് എത്തുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ പോലീസ് ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യവും അവിടെയുണ്ട്. അസ്വാഭാവിക മരണമല്ല, സ്വാഭാവികമായ മരണമാണ് എന്ന് പ്രാഥമിക നിഗമനം വന്നു. അതിനുശേഷവും പോലീസിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. കാരണം ഇന്ന് വലിയൊരു ജനത്തിരക്ക് കൂടി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത ബാക്കിയുണ്ട് എങ്കിൽ അതും നീക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. പക്ഷേ ഈ മഹാസമാധി ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നടക്കും. ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സുരക്ഷ ഒരുക്കാൻ പോലീസും അവിടെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നോക്കണേ എന്ന്
പ്രേക്ഷകർ കമൻറ്റ് ഇടുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കുന്നുണ്ട്, ഞങ്ങൾ കമൻറ്റ് വായിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. കാരണം ഞങ്ങൾ അങ്ങനെ വായിച്ച സമയം കളഞ്ഞാൽ 1-2 വാർത്തകൾ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരുമല്ലോ. വാർത്തകൾ അറിയാനല്ലേ നിങ്ങൾ ടി വിക്ക് മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാർത്തകളിലേക്ക് തന്നെ പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 20 അടി വലിപ്പമുള്ള ടൈപ്പോഗ്രാഫിക് ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി സംസ്ഥാനത്തെ ഒരു വിദ്യാലയം. ടൈപ്പോഗ്രാഫി ചിത്രം തുണിയിൽ വരച്ചാണ് ഈ അപൂർവ നേട്ടം ഇവർ കരസ്ഥമാക്കിയത്. തിരുവനന്തപുരം കുന്നത്തുകാൽ നീലകേശി വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് 3 ദിവസം കൊണ്ട് ചിത്രം പൂർത്തിയാക്കിയത്. ആരും കൊതിക്കുന്ന സ്വപ്ന നേട്ടമാണ് തിരുവനന്തപുരം കുന്നത്തുകാൽ നീലകേശ്വരി വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കരസ്ഥമാക്കിയിരിക്കുന്നത്. 20 അടി നീളത്തിലും 10 അടി വീതിയിലുമുള്ള ചിത്രം ടൈപ്പോഗ്രഫി എന്ന സാങ്കേതിക വിദ്യയെ രചനയുമായി സമന്വയിപ്പിച്ചപ്പോൾ പിറന്നതാണ് ഈ പുതുചരിത്രം. രാജ്യത്തോടുള്ള അർപ്പണ ബോധം, ആത്മാഭിമാനം, ഇതെല്ലാമാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്, ഇവർ വിളംബരം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ മറ്റൊരു സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഇത്ര വലിപ്പമുള്ള മോദിജിയുടെ ചിത്രം തയ്യാറാക്കിയിട്ടില്ല എന്ന്. 3 ദിവസമെടുത്താണ് ചിത്രം പൂർത്തീകരിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരുടെ പിന്തുണ കൂടിയായപ്പോൾ അത്ഭുതം പിറന്നു. കുട്ടികളുടെ ദേശഭക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചിത്രരചന സംഘടിപ്പിച്ചത്. അതിന്റെ ഫലമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൂടി ലഭിച്ചതോടെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ജനം, തിരുവനന്തപുരം. ഇനി മഹാകുംഭ നഗരിയിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതുണ്ട്. സനാതന ധർമ്മത്തിന്റെ വിരാട സംഗമം. ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രയാഗ്രാജ് കുംഭനഗരി. കൊടും ശൈത്യത്തെ അവഗണിച്ച് ത്രിവേണി സംഗമത്തിൽ തീർത്ഥാടകർ സ്നാനം ചെയ്യുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് അതിശയിച്ചു പോകും. ദിവസവും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഗംഗ, യമുന, സരസ്വതി സംഗമത്തിൽ സ്നാന കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. നന്ദൻ, ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഏറെ വിശേഷണങ്ങൾ നമുക്ക് അവിടെ പറയേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും വിദേശികളടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്നൊരു സാഹചര്യമുണ്ട്. വലിയ തിരക്കാണ്. പക്ഷേ ഈ അതിശൈത്യത്തെ എല്ലാം മറികടന്നുകൊണ്ടാണോ ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത്? വലിയ ജനത്തിരക്കാണ് ഓരോ ദിവസവും കഴിയുന്തോറും ഈ ഒരു കുംഭനഗരിയിലേക്ക് ജനസാഗരം തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഷാഹി സ്നാൻ ദിവസങ്ങളിലാണ് ഈ ആൾക്കാരുടെ തിരക്ക് കൂടുതലും. ഈ ഉത്തരേന്ത്യയിലാകെ ഇപ്പോൾ ഈ അതിശൈത്യമാണ് പടർന്നു പിടിച്ചിരിക്കുന്നത്. ഈ അതിശൈത്യത്തെയും തരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ വിവിധ നാടുകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട ഈ കുംഭമേളയുടെ പ്രധാന ചടങ്ങ് എന്നുള്ളത് സ്നാനമാണ്. അതായത് ത്രിവേണി സംഗമത്തിൽ ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ആ സംഗമ ഭൂമിയിൽ അവിടെ ത്രിവേണി സ്നാനമാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിലാണ്. ഈ പ്രയാഗ്രാജിൽ ഇപ്പോൾ നിലവിൽ 10-ൽ താഴെ മാത്രമാണ് താപനില, 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ മാത്രമാണ് താപനില. സാധാരണഗതിയിൽ ഒരു ജാക്കറ്റ് കൂടി ധരിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ധരിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഈ ഗംഗയുടെ തീരമായതിനാൽ തന്നെ നല്ല ശൈത്യ കാറ്റ് കൂടി ഇതിനോടൊപ്പം, തണുത്ത കാറ്റാണ് ഇതിനോടൊപ്പം വീശുന്നത്. സ്വാഭാവികമായി തന്നെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യം. രാത്രി ഇത് ഏതാണ്ട് 6 ഡിഗ്രിയിലേക്ക് വരെ ഈ ഒരു താപനില താഴുന്നൊരവസ്ഥയാണ്. ഇപ്പോഴും സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തീർത്ഥാടകർ ഈ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ ഭൂമിയിൽ ത്രിവേണി സംഗമത്തിൽ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി സ്നാനം ചെയ്യുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. ഈ സാധാരണ തണുപ്പ്
താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ. ഇപ്പോൾ ഈ നിൽക്കുന്നവർ തന്നെ ജാക്കറ്റ് അടക്കം ധരിച്ചാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവർ സ്നാനം കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ സ്നാനഘട്ടത്തിലേക്ക് പോകുന്നവരായിരിക്കും. ഏതായാലും അവരുടെ ഉള്ളിലെ ഒരു ആധ്യാത്മിക അനുഭൂതി തന്നെയാണ് ഒരുപക്ഷെ അവരുടെ ഈ ഒരു ശരീരത്തിലെ താപനില നിർത്തുന്നത്, അല്ലെങ്കിൽ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ഈ തണുത്ത സാഹചര്യത്തിലും ഈ തണുത്ത വെള്ളത്തിലിറങ്ങി കുളിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ ഉള്ളിലെ ആ ഒരു ആധ്യാത്മിക താപനില തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ഈ കുംഭനഗരിയിലെ ഏറെ സവിശേഷതയും. പല നാടുകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്നും എത്തുന്നവർ, അതേപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും എത്തുന്നവർ, ഇവരുടെയൊക്കെ തന്നെ ഒരു സംഗമ സ്ഥാനമാണ്. ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമമാണ് ഈ പ്രയാഗ്രാജിൽ നടക്കുന്നത്. 45 കോടി ജനങ്ങളോളം, കേരള ജനസംഖ്യയുടെ 10 ഇരട്ടി ജനങ്ങളാണ് ഈ കുംഭമേളയുടെ ഭാഗമായി ഈ 45 ദിവസങ്ങൾ നീണ്ട കാലയളവിനുള്ളിൽ ഈ കുംഭനഗരി സന്ദർശിച്ചിട്ട് പോകുന്നത്. സ്വാഭാവികമായും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ സ്നാനം ചെയ്യുക മാത്രമല്ല, ഹിമാലയൻ മലനിരകളിൽ തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ ഒരു സാന്നിധ്യം അത് ഈ ഒരു സമയത്താകും ഇവിടെ ഉണ്ടാകുക. ഈ ഫെബ്രുവരി 3 നടക്കുന്ന അമാവാസി സ്നാനത്തോടുകൂടി ഈ ശിവ സന്യാസിമാരൊക്കെ തന്നെ മടങ്ങി, അല്ലെങ്കിൽ ഈ നാഗസന്യാസിമാർ ഹിമാലയങ്ങളിലെ അല്ലെങ്കിൽ അവരുടെ അഖാഡകളിലേക്ക് മടങ്ങിയ ശേഷം പിന്നീട് വൈഷ്ണവ സന്യാസിമാരുടെ ഒരു സാന്നിധ്യമായിരിക്കും, അല്ലെങ്കിൽ വൈഷ്ണവ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരുടെ ഒരു സാന്നിധ്യമാകും ഈ ഭൂമിയിൽ പ്രയാഗ്രാജിൽ ഉണ്ടാകുക. അതിനാൽ തന്നെ ഈ ഫെബ്രുവരി 3 വരെ വലിയ തീർത്ഥാടകരുടെ വലിയ ഒഴുക്ക് തന്നെയാകും. അപ്പോൾ ഈ തീർത്ഥാടനത്തിൻ്റെ പ്രധാന ഭാഗം ഈ സ്നാനത്തോടൊപ്പം തന്നെ ഈ സന്യാസിമാരെ സന്ദർശിച്ച് അവരുടെ ആശീർവാദം കൂടി വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഇത് വളരെ ഒരു അത്ഭുതമായി ഈ പ്രയാഗ്രാജ് നഗരം മാറുന്നു എന്നുള്ളതും അതിശയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ ഗംഗാ യമുന സരസ്വതി ത്രിവേണി സംഗമം, ഗംഗാ നദീ തീരം ഏതാണ്ട് 12 കിലോമീറ്റർ പരിധിയിൽ ആകെ ഒരു താൽക്കാലിക നഗരം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ടെൻറ്റ് സിറ്റി, ടെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു നഗരം തന്നെ ഇവിടെ പണിതുയർത്തി. അങ്ങനെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ കുംഭമേള നഗരം ഒരു അത്ഭുതം കൂടി പലതരത്തിലും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിവിധ ഭാഷകളുടെ സംഗമമുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം ദക്ഷിണ ഭാരതത്തിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കം വടക്ക് നിന്നുമുള്ള ഭക്തരെത്തുന്നു, ഗുജറാത്തിൽ നിന്നും ഭക്തരെത്തുന്നു. അതേപോലെ തന്നെ നാഗാലാൻഡ് അടക്കമുള്ള ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഭക്തർ ധാരാളമായി എത്തുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ 4 കോണുകളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു സംയോജന കേന്ദ്രം കൂടിയാണ് ഈ പ്രയാഗ്രാജിലെ കുംഭഭൂമി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭാഷകൾക്കപ്പുറം വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമം. അങ്ങനെ പ്രയാഗ്രാജിൽ ഈ കുംഭമേള എല്ലാം കൊണ്ടും വളരെ വൈവിധ്യം നിറഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ്. ശരി, എന്തായാലും നന്ദന്റെ വേഷം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം തണുത്ത കാലാവസ്ഥയാണ് അവിടെ എന്നുള്ളത്. മാത്രമല്ല ഒരു വ്യവസായത്തിന്റെ കാലഘട്ടം കൂടിയാണ് അവിടെ. കച്ചവടം തകൃതിയായി നടക്കുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആത്മീയതയ്ക്ക് ഉപരി വിജ്ഞാനം പകരാനുള്ള ഇടം കൂടിയാണ് പ്രയാഗ്രാജിലെ കുംഭനഗരി. കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും പവലിയനുകൾ വഴി ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് തീർത്ഥാടകരെ അവബോധരാക്കുന്നുണ്ട്. മിക്ക സംസ്ഥാനങ്ങളുടെയും ടൂറിസം വകുപ്പിന് കുംഭനഗരിയിൽ പവലിയനുകൾ ഉണ്ടെങ്കിലും കേരള സർക്കാർ മുഖം തിരിച്ചു. प्यास लगी है, थोड़ा सा पानी पिला दो। हाँ बेटा, पानी अभी आता ही होगा, मैं लेकर आती हूँ कहीं से तुम्हारे लिए। ജൽജീവൻ മിഷൻ പദ്ധതി ഇനിയും കുടിവെള്ള പൈപ്പ് ലൈൻ ലഭിക്കാത്തവർക്ക് ജൽജീവൻ മിഷന്റെ പവലിയനിൽ അതിനുള്ള വഴിയൊരുക്കും. പദ്ധതി സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ തീർത്ഥാടകർക്ക് കൈമാറും. ഹരിജൻ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങളും വിവിധ വായ്പാ പദ്ധതികളും അറിയാം. സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ കീഴിൽ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പവലിയൻ കുംഭനഗരിയിൽ പ്രവർത്തിക്കുന്നു. ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ടൂറിസം വകുപ്പ് പ്രത്യേകമായി പവലിയനുകൾ തയ്യാറാക്കി. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുവാനുള്ള ഇടം കൂടിയാക്കി മാറ്റുകയാണ് കുംഭനഗരി. രാഷ്ട്രീയ വൈര്യത്താലോ കുംഭമേള പോലെയുള്ള ആഘോഷങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടോ കേരള സർക്കാർ കുംഭനഗരിയിൽ എക്സിബിഷൻ ഒരുക്കിയില്ല. 45 കോടി ജനങ്ങൾ വരുന്ന മനുഷ്യ മഹാസംഗമത്തിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം അനിവാര്യമല്ലേ എന്ന ചോദ്യവും ഉയരുന്നു. ജനം, പ്രയാഗ്രാജ്.
ഇപ്പോൾ നാട്ടിലെല്ലാം സംസാരം വാഴ്ത്തുപാട്ടിനെ കുറിച്ചാണ് അല്ലേ വീണ? കാരണം സ്തുതി ഗീതം എന്ന് പറയുന്നത്. ഈ വ്യക്തിപൂജ വിവാദത്തിൽ മുഖം നഷ്ടമായിട്ടും മൗനം തുടർന്ന CPM നേതൃത്വം. പിണറായിയുടെ വാഴ്ത്തുപാട്ടിൽ ഒരു വിശദീകരണം നൽകാൻ പോലും നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നമുക്കറിയാം ഇത് പാടിത്തുടങ്ങും മുമ്പേ വിവാദത്തിലേക്ക് കടന്ന ഒരു വാഴ്ത്തുപാട്ടാണ്. ഇതിനു മുന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ ട്രോളുകളും ആക്ഷേപങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വാഴ്ത്തുപാട്ട് വരുന്നു എന്നറിയുന്ന ആ നിമിഷം തന്നെ വിവാദങ്ങൾ എത്തി. പക്ഷേ ഇത്തരത്തിലൊരു വാഴ്ത്തുപാട്ട് ഉണ്ടാകില്ല, മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് പാടില്ല എന്നെല്ലാം ഒരു വാർത്തയും പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ വാഴ്ത്തുപാട്ട് പാടുന്നൊരു സ്ഥിതി വിശേഷമുണ്ടായി. പക്ഷേ ഇതിൽ നേതൃത്വം, പാർട്ടി നേതൃത്വം ഇതുവരെ സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണല്ലേ? പടയുടെ നടുവിൽ പടനായകനായി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ വാഴ്ത്തുപാട്ട് ആലപിച്ചത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 100ഓളം വരുന്നൊരു സംഘമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി യോഗത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഗാനാലാപനം ആരംഭിച്ചിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി വന്നപ്പോഴും അത് തുടർന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ അത് വീണ്ടും ആ ഗാനാലാപനം മുഖ്യമന്ത്രി ഇരുത്തി ഉള്ള വേദിയിൽ തന്നെ അത് പാടുന്ന കാഴ്ചയുണ്ടായി. മുഖ്യമന്ത്രി ഏറെ നേരം ശ്രദ്ധയോടെ ആ ഗാനം കേട്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിലൊന്നും പക്ഷേ CPMന്റെ ഒരു പാർട്ടി ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ മുഖ്യമന്ത്രി പിന്തുടരുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവർ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്. കാരണം പണ്ട് P ജയരാജനുമായി ബന്ധപ്പെട്ടുള്ളൊരു വാഴ്ത്തുപാട്ട് സമാനമായ രീതിയിൽ വന്നിരുന്നു. 2017 കണ്ണൂരിലെ ഒരു വായനശാല പുറത്തിറക്കിയിട്ടുള്ള ആ ഗാനവുമായി ബന്ധപ്പെട്ട് CPMന്റെ സംഘടനാ ഘടകങ്ങളിലെല്ലാം വലിയ ചർച്ചകൾ നടന്നതാണ്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സമിതി P ജയരാജനെ ഇരുത്തി പൊരിക്കുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടു. അന്ന് പറഞ്ഞത് ഈ ഒരു വ്യക്തിപൂജ ഒഴിവാക്കുന്ന കാര്യത്തിൽ P ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതായിരുന്നു അന്ന് പാർട്ടി കണ്ടെത്തിയ ഒരു കുറ്റമെന്ന് പറയുന്നത്. അതേ പാർട്ടി ഇപ്പോൾ 3ാം തവണയാണ് മുഖ്യമന്ത്രിക്കായി വാഴ്ത്തുപാട്ട് ഇറങ്ങുന്നത്. ആദ്യം അത് കാരണഭൂതൻ തിരുവാതിരയായിരുന്നു, പിന്നീട് അത് പിണറായി വിജയൻ നാടിൻ്റെ അജയൻ എന്നുള്ള പാട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഈ പറയുന്ന പടയുടെ നടുവിൽ പടനായകനായി ചെങ്കനലായി നിൽക്കുന്ന പിണറായി എന്നൊക്കെ പറയുന്ന പുതിയ സംഘഗാനവും എത്തിയിരിക്കുന്നു. അപ്പോഴും ഈ 3 തവണയും മുഖ്യമന്ത്രിക്കായി നടക്കുന്നത് വ്യക്തിപൂജ എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തലിനോ ആ ഒരു തിരിച്ചറിയലിനോ അതൊന്നും സമ്മതിക്കാനോ CPM തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാധാരണഗതിയിൽ ഒരു CPMന്റെ ഒരു സംഘടനാ സംവിധാനത്തിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവരുടെ പ്രത്യേകിച്ച് സംസ്ഥാന സമിതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലെയുള്ള ഘടകങ്ങളെങ്കിലും വലിയ വിമർശനങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്, ആ ചർച്ചകളിലെങ്കിലും. പക്ഷേ ഇവിടെ ഒന്നും ഇതുവരെ അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആണെങ്കിൽ ആകെ മൗനം പാലിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും ഈ പരിപാടി നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ ഈ വിഷയം വലിയ വിവാദമായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നു. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വ്യക്തിപൂജയ്ക്ക് നിന്ന് കൊടുക്കുന്നവരല്ല ഞങ്ങൾ എന്നുള്ളതാണ്. അതേ മുഖ്യമന്ത്രി തന്നെ തൊട്ടടുത്ത ദിവസം വളരെ ആസ്വദിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഗാനമൊക്കെ കേട്ടിരുന്നു. ആ ഗാനം കേട്ടിരുന്നു എന്ന് മാത്രമല്ല, ആ ഗാനം അവസാനിച്ചതിന് ശേഷം നടന്ന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഒട്ടനവധി തവണ ഈ രീതിയിൽ തിരിച്ചു പുകഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ചർച്ചയാക്കുന്നത് CPMന്റെ ഒരു പൊതുരാഷ്ട്രീയ നയവും പാർട്ടി ലൈനുമൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ബാധകമല്ലേ എന്നുള്ള ചോദ്യമാണ്. ഇത് CPMലെ പിണറായി വിരുദ്ധ വിഭാഗമൊക്കെ വലിയ സജീവമാക്കി കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഈ സമ്മേളനം നടക്കുന്ന കാലയളവിൽ തന്നെയാണ് ഇത്തരമൊരു വിവാദം അല്ലെങ്കിൽ ഇത്തരമൊരു വ്യക്തിപൂജ വിവാദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും സമ്മേളന വേദികളിലും ഈ വിഷയം പിണറായിക്കെതിരെ നിൽക്കുന്ന നേതാക്കൾ ഉയർത്താൻ തന്നെയാണ് സാധ്യത. ശരി. തുളസിത്തറയെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് ഗുരുവായൂർ നഗരസഭ ഹോട്ടൽ ലൈസൻസ് അനുവദിച്ച സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഇന്ന് നഗരസഭയിൽ പരാതി നൽകും. തുളസിത്തറയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തി കഴിഞ്ഞ 25 വർഷമായി മാനസിക പ്രശ്നത്തിൽ ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇയാൾ ഗുരുവായൂരിൽ ഹോട്ടൽ നടത്തുന്നുണ്ടെന്നും മാനസിക പ്രശ്നമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഹോട്ടൽ നടത്താനുള്ള ലൈസൻസ് ലഭിച്ചതെന്ന ചോദ്യവുമായി BJP രംഗത്തെത്തി. പോലീസിനും നഗരസഭയ്ക്കുമെതിരെ BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം ആളിക്കത്തിയപ്പോൾ മാത്രമാണ് ഇത് ജനശ്രദ്ധയിലേക്ക് വന്നത്. കാരണം ഒരു മാനസിക പ്രശ്നമുള്ള ഒരാൾ വർഷങ്ങളായിട്ട് നടത്തി വരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ
ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഈ വ്യക്തിക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് മാനസികമായിട്ടുള്ള പ്രശ്നം നേരിടുന്ന, ചികിത്സ നേരിടുന്ന ലൈസൻസ്, അതായത് മാനസികമായിട്ട് പ്രശ്നം നേരിടുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾ, അദ്ദേഹത്തിന് എങ്ങനെയാണ് നഗരസഭ ഈ ലൈസൻസ് കൊടുത്തത്? അപ്പോൾ ഇതിനെല്ലാം എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കും. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തുളസിത്തറയിൽ ശുദ്ധികലശം നടത്തുകയും തുളസി വന്ദനം നടത്തുകയും ചെയ്തിരുന്നു. ജനം, തൃശൂർ. വീണ, പൂക്കൾ ഇഷ്ടമാണോ? പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? എങ്കിൽ പൂക്കൾ ഇഷ്ടമുള്ള എല്ലാവരും പാലക്കാട്ടേക്ക് വിട്ടോ എന്നാണ് അരുൺ ആലത്തൂർ പറയുന്നത്. സഞ്ചാരികൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകി പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിൽ പുഷ്പമേള ആരംഭിച്ചു. 1.5 ലക്ഷത്തിലേറെ പൂച്ചെടികളാണ് പുഷ്പമേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും മലമ്പുഴ ജലസേചന വകുപ്പും ചേർന്നാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രം പോലെ തിളങ്ങുന്ന ആസ്റ്റർ, ഇല കാണാനാവാത്ത വിധം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വിങ്ക, മഞ്ഞ, വെള്ള, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ, നിറങ്ങളുടെ വൈവിധ്യം തീർത്ത് പെറ്റൂണിയ, ചുവപ്പും വയലറ്റും സ്വർണ്ണ നിറത്തിലുമുള്ള സാൽവിയ തുടങ്ങി ആരുടെയും മനം കവരുന്ന 1.5 ലക്ഷത്തോളം പൂക്കളാണ് മലമ്പുഴ ഉദ്യാനത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജലസേചന വകുപ്പും സംയുക്തമായാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകളും പുഷ്പമേളയിലെ മുഖ്യ ആകർഷണമാണ്. മേള ആരംഭിച്ച ആദ്യ ദിനം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം ആളുകളാണ് മലമ്പുഴയിലേക്ക് എത്തിയത്. ഞങ്ങള് കോഴിക്കോട് നിന്ന് ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത് വയനാട്ടിലുണ്ടായിരുന്നു പൂപ്പലി, പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. അപ്പം ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് ഹാപ്പി. അടിപൊളി. ചെട്ടിപ്പൂവാണ് ഏറ്റവും ഇഷ്ടമായത്. തമിഴ്നാട്ടിൽ മധുരയിൽ നിന്ന് വന്നതാണ്. എല്ലാം കണ്ട് വളരെ മനോഹരമാണ്. പൂവെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒത്തിരി വ്യത്യാസങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ മനോഹരമാണ് പൂക്കളൊക്കെയാണ്. எனக்கு கோயம்புத்தூர்லேருந்து வந்திருக்கு. இது ஃப்ளவர் ஷோ போட்டிருக்கு. ஸோ இது பார்க்குறதுக்கு நல்லாயிருக்கு. വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഫ്ലവർ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കോയമ്പത്തൂരിலேருந்து ഒരുപാട് மக்கள் இங்கே வந்திருக்கு. சாட்டிஸ்ஃபை ആണ്. வெரி குட். இந்த மாதிரி இன்னும் கூட நிறைய அரேஞ்ச் செஞ்சால் நல்லாயிருக்கும். சூப்பராக இருக்கு. சூப்பராக இருக்கு. ഫ്ലവേഴ്സ്லாம் பார்த்தேன். മേളയോടനുബന്ധിച്ച് ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 22-നാണ് മേള സമാപിക്കുക. സ്വദേശിയും വിദേശിയുമായ ഈ പുഷ്പങ്ങൾ ആരുടെയും മനം കവരുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മലമ്പുഴയിലേക്ക് വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ഈ മെക്സവിന് വീണ്ടും CPM-ന്റെ പിന്തുണ ലഭിക്കുന്ന വാർത്ത നിങ്ങൾ തലക്കെട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിവാദം ഇതുമായി ബന്ധപ്പെട്ട് തുടരുക തന്നെയാണ്. പക്ഷേ CPM-ന് CPM പിന്തുണ നൽകുന്നുമുണ്ട്. മെക്സവിന് കോഴിക്കോട്ടെ നന്മണ്ടയിൽ നാളെ മെക്സവൻ മേഖലാ സംഗമവും പുതിയ സെന്ററുകളുടെ ഉദ്ഘാടനവും നടക്കും. സച്ചിൻ ദേവ് MLA ആണ് ആ ഉദ്ഘാടനം നിർവഹിക്കുക. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം മെക്സവനെതിരെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് മെക്സവന് പിന്നിലെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞതാണ് ഇതിൻ്റെ വിവാദ തുടക്കം. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, പിന്നീട് മോഹനൻ മലക്കം മറിയുകയും ഈ വിഷയത്തിൽ CPM വിവിധ നിലപാടുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നു എന്താണ് മെക്സവൻ പോലെയുള്ള ഒരു സംഘടനയ്ക്കൊക്കെയും CPM-ന്റെ പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഇതിനോടുള്ള നിലപാട് എന്താണെന്നും വ്യക്തമാകുന്നു. പക്ഷെ അപ്പോഴും ഈ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നതൊക്കെയും സംസ്ഥാനം അറിയുന്നില്ലേ?
തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മിക്സ് 7മായി ബന്ധപ്പെട്ട വലിയ വിവാദം തന്നെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. എന്നാൽ മിക്സ് 7 കൂടുതൽ ശക്തി ആർജിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നാളെ നെന്മണ്ടയിൽ നടക്കാൻ പോകുന്ന പരിപാടിയിൽ 100 സെന്ററുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും മിക്സ് 7 പ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയും തന്നെയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനാണ് ഈ മിക്സ് 7-നെതിരെയുള്ള ആദ്യത്തെ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ കൂട്ടമായി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് വലിയ വിപത്തുകൾക്ക് കാരണമാകും എന്നൊരു കാര്യം തന്നെയാണ് പി മോഹനൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റുകയായിരുന്നു. കാരണം പാർട്ടിയിൽ നിന്ന് തന്നെ ചില പ്രത്യക്ഷത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ പിന്നീട് നിലപാട് മാറ്റുകയും മിക്സ് 7നെ കുറിച്ചല്ല താൻ പറഞ്ഞത് എന്നൊക്കെ തന്നെയും നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. നാളെ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിൻ ദേവ് MLA ആണ് എന്നതാണ് മറ്റൊരു സവിശേഷത. അതായത് പ്രത്യക്ഷത്തിൽ ആദ്യഘട്ടത്തിൽ ഈ മിക്സ് 7നെ വിമർശിക്കുകയും പിന്നീട് മിക്സ് 7 അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രീതിയിലേക്ക് കടക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ മലബാർ കേന്ദ്രീകരിച്ച വോട്ടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ടതായി വരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ മിക്സ് 7 അടക്കമുള്ള സംഘടനകളെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷമായ ഒരു പ്രസംഗ വേദിയിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയ പി മോഹനൻ പിന്നീട് താൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറഞ്ഞ് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു വിമർശനം വരുന്നുണ്ടായിരുന്നു. ഈ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ ഈ മിക്സ് 7ന്റെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മിക്സ് 7ന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടക്കുന്നത് എന്ന് തന്നെയാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയുന്നത്. പ്രധാനമായും ഈ കോഴിക്കോട് ജില്ലയിലെ, അതായത് കുറച്ചുള്ളിലേക്ക്, പ്രധാനമായും പറഞ്ഞാൽ ഈ കൊടുവള്ളി, ഉള്ളേരി, ആ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ്, നെന്മണ്ട എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ മിക്സ് 7 കൂട്ടായ്മ കൂടുതലായും പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നത് ഇത് ആരോഗ്യ കൂട്ടായ്മയാണ് എന്ന് തന്നെയാണ്. പക്ഷെ താഴെ തട്ടിൽ നിന്നും മുതൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ മിക്സ് 7ന്റെ കാര്യത്തിൽ ഉണ്ട് എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അടക്കം വന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടുകളിൽ ഇവ വ്യക്തമായ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മിക്സ് 7ന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമായി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മിക്സ് 7 വിവിധ സ്ഥലങ്ങളിൽ, അതായത് മലബാറിലെ വിവിധ സ്ഥലങ്ങളിൽ തന്നെ സെന്ററുകൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന് പിന്തുണയുമായി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സവിശേഷമായി എടുത്തു പറയേണ്ട കാര്യം. നെന്മണ്ടയിൽ നാളെയാണ് ഈ പരിപാടി നടക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിൻ ദേവ് MLA എന്നതാണ് മറ്റൊരു സവിശേഷത. ആദ്യഘട്ടത്തിൽ മിക്സ് 7നെ പറ്റി പരോക്ഷമായി നിലപാട് പറയുകയും പിന്നീട് അത് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ മിക്സ് 7 വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ നിലപാട് എടുക്കാത്തത് എന്നത് വളരെയധികം ചോദ്യം ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ മിക്സ് 7നെ വലിയ രീതിയിൽ വിമർശിക്കുകയും പിന്നീട് മിക്സ് 7 അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ തന്നെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ച്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെ എന്നാണ് പൊതുവെയുള്ള വിമർശനം. വീണ. ഓക്കെ, ശരി ദിസ്ന. കേരളത്തിലേക്കുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലിമ ബീഗത്തെ കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യും. ബംഗ്ലാദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകുന്നവർക്കെതിരെയും അന്വേഷണം നടത്തും. കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, കഴിഞ്ഞ ദിവസം ഈ തസ്ലിമ മൊഴി നൽകിയത് ഇങ്ങനെയായിരുന്നു: ജോലി അന്വേഷിച്ചാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ്. പക്ഷെ പോലീസ് ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. മാത്രമല്ല, ഈ തസ്ലിമയുടെ കൂട്ടാളി അല്ലെങ്കിൽ സഹായി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? പോലീസിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, ഈ ബംഗാൾ
ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള തസ്ലീമ, ഒപ്പം തന്നെ ഇവരുടെ സുഹൃത്ത് ബീഹാർ സ്വദേശിയായിട്ടുള്ള ശാക്തികുമാർ എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടാണ് പോലീസ് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും ഇവരിൽ നിന്ന് അറിയേണ്ടത് ഇവർ ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു, ഒപ്പം തന്നെ ഇതിനെല്ലാം ആരെല്ലാം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, ഇവർ എങ്ങനെയാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം NIA-യും ഒപ്പം തന്നെ IB-യും ATS-ഉം അടക്കമുള്ള ആളുകൾ അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകൾക്ക് പുറമെയാണ് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ എങ്ങനെയാണ് ഈ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല. ഇവർ നൽകിയിട്ടുള്ള മൊഴി എന്നുള്ളത് ഇവർ ജോലി അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഈ തസ്ലിമയ്ക്ക് പുറമെ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷൻ കൂടി ഇവരോടൊപ്പം കൽക്കട്ടയിലേക്ക് എത്തിയിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ആദ്യം ബോട്ട് മാർഗം കൽക്കട്ടയിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നുമാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് തസ്ലിമ മാത്രമാണോ, ഇതിനു പുറമെ വീണ്ടും വേറെയും ആളുകൾ വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കൂട്ടം ആളുകളായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ വരുന്ന സംഘങ്ങൾക്ക് ഇവർ ജോലി അന്വേഷിച്ച് മാത്രമാണോ വരുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് എന്തെങ്കിലും പങ്കുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവരെ ATS-ഉം NIA-യും ഒപ്പം തന്നെ IB-യും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ബംഗ്ലാദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുക തന്നെയാണ്. കാരണം ഈ ബംഗ്ലാദേശ് നുഴഞ്ഞു കയറ്റം ഇങ്ങനെ തുടരുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരുന്നു. പക്ഷേ കേരളത്തിന് ഇതിന് പിഴവ് വന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് നൽകുക എന്ന് പറയുന്നത് കേരളത്തിൽ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ പലയിടത്തായി നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട കാര്യവുമാണ്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. ഏതായാലും വളരെ വിപുലമായ അന്വേഷണം, വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. രാജ്യാന്തരം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ എത്തിയത് ഞായറാഴ്ച തന്നെ നടപ്പാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിട്ടുണ്ട്. ധാരണയിൽ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ ഹമാസ് നീക്കം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് വെടിനിർത്തൽ ധാരണ അംഗീകരിക്കാൻ ചേരേണ്ട യുദ്ധ ക്യാബിനറ്റും വൈകി. It's also a moment of historic possibility for the region and well beyond. It's going to take tremendous effort, political courage, compromise to realize that possibility, to try to ensure that the gains that have been achieved over the past 15 months at enormous, excruciating cost are actually enduring, to manage the still profound risks, to deliver on the promise of a more integrated Middle East. And simply put, to forge this reality, there are two immediate imperatives. ഐസൻ ജോസിന്റെ വിവരങ്ങൾ നൽകും. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ പങ്കെടുക്കും. നാമജപയാത്ര ഈ നിംസിൻ്റെ പരിസരത്തുനിന്ന് ആരംഭിക്കും. ഇതിലിപ്പോൾ പോലീസിൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്, അവരുടെ റിപ്പോർട്ടൊക്കെ. അപ്പോൾ ഇനി എന്താണ് ഇതിൽ തുടർ നടപടികളിൽ? ആര് മരിച്ചിരുന്നാലും അവർ കെമിക്കൽ അനാലിസിസിനൊക്കെ അയക്കും, ആര് മരിച്ചാലും. അതുപോലെ ഇത് അയച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ ഡോക്ടർമാരും പോലീസ് ഓഫീസറും ഒക്കെ ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒപ്പീനിയൻ കിട്ടും. അത് സാധാരണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സജീവമായിട്ട് വീണ്ടും സമാധി ആയിട്ട് നീങ്ങുന്നത്. ഇല്ല, അത് ബോധ്യമാണ്, ഉത്തമ ബോധ്യമാണ്. മക്കൾ പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇവർ അറിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് എല്ലാ ചാനലിലൂടെയും ഇതിൽ മാൻ മിക്സിങ് കൊടുത്തിരിക്കുന്ന അദ്ദേഹം ഇവരുമായിട്ട് കേസുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം പറയുന്നത്, വീട്ടിൽ നിന്ന് ഈ അമ്പലം വരെ എല്ലാ ദിവസവും ഈ ദീപാരാധന സമയത്ത് വരുമായിരുന്നു. മകനായിരുന്നു പൂജ, കിടപ്പായിരുന്നു, അസുഖമായിരുന്നു, സത്യമാണ്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം മുടങ്ങാതെ ഈ അമ്പലത്തിൽ വരുമായിരുന്നു. അത് മകനിട്ടോട് ചോദിച്ചാൽ പറയും. അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ട് ജനങ്ങളിലെത്തിച്ചു. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വന്നു.
ശരിക്ക് അത് വരാൻ പാടില്ലായിരുന്നു. എന്താണ് ഈ അയൽവാസികൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം? അല്ല, ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം വെച്ച് പലരും ഈ ക്ഷേത്രത്തിൽ അങ്ങനെ വലുതായിട്ട് ആളുകൾ തൊഴാൻ വരുമെന്ന് തോന്നുന്നില്ല അല്ലേ? അങ്ങനെ വരാറില്ല. ഇതിലുണ്ട്, ഇതിൽ കുറേ കാലത്തിന് മുമ്പുള്ളത് പാട്ടിടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള തർക്കം, കുറച്ച് തർക്കങ്ങളുണ്ട്. സ്വാമിയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണതാണ്. അതായത് ഇതിൻ്റെ പരാതി തന്നെ നേരിക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ട് വന്ന ഒരു പരാതിയാണ് ഇതും എന്നാണ് കരുതുന്നത്. ഏത് ഇപ്പോൾ ഉണ്ടായി സമാധിൻ്റെ പരാതി എന്ന് പറയുന്നത് ഈ അല്ല, അതിന് കാരണം ഇവർ തന്നെയാണ് സമാധി എന്നുള്ളത് പോസ്റ്റർ ഒട്ടിച്ചത്. അതിനെ ഒരു വാശി തീർക്കാനുള്ള ഒരു അവസരമായിട്ട് നോക്കി. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈ കാണാനില്ല എന്നുള്ളത് സത്യമാണ്. നിയമപരമായിട്ട് ഉള്ള നടപടികൾ പൂർത്തിയായപ്പോൾ അതിൽ ഇവർ പറഞ്ഞ ഭാഗമാണ് ശരി എന്നുള്ളത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് നമ്മൾ മഹാസമാധിയായിട്ട് ഇരുത്താനും തീരുമാനിച്ചത്. പറഞ്ഞാൽ ഇത് തന്നെ. അല്ല, എനിക്കിനിപ്പോൾ സാറ് പറയും പോലെ തന്നെ അതിലെനിക്ക് വേറെ ഒരു അഭിപ്രായം പറയില്ല. ഇതിലെ പോലീസ് പറയുന്നത് നിങ്ങളൊക്കെ പറഞ്ഞ മൊഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. അതാണ് പോലീസിന് ഒരു അന്വേഷണം. അപ്പോൾ ഇനിയും അവർക്ക് ആ അന്വേഷണം തുടരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാതെ ആയിരുന്നു. ഇല്ല, പോലീസ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല അനിയൻ കൊടുക്കണം. കാര്യം എന്തെന്ന് പറയുമ്പോൾ അനിയൻ പോറ്റിയാണ്. ആ പൂജാകർമ്മങ്ങളും കൂടെ ചേർത്തായിരിക്കും അനിയൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു തെറ്റായിട്ടുള്ള മൊഴിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് നമ്മൾ സ്റ്റേഷനിലുള്ള ആരും പറഞ്ഞിട്ടില്ല. പോലീസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയും ഈ നമ്മുടെ അച്ഛനെ സമാധിയോടനുബന്ധിച്ച് നമ്മുടെ എന്താ പറയുക ഈ സമാധി ഇരുത്തിയെടുത്തുനിന്ന് അതിനെ 41 ദിവസത്തെ പൂജയോടുകൂടി ശിവലിംഗ പ്രതിഷ്ഠയും ചെയ്ത് നമ്മുടെ ക്ഷേത്ര യോഗീശ്വരനാക്കിയെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി എനിക്കൊന്നും പറയില്ല. സാറ് ബാക്കി പറയും. തീർച്ചയായിട്ടും സാറേ, നമുക്ക് അതാണ് സത്യം ചെയ്താൽ ഒരു പ്രാവശ്യം നമ്മുടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു. കാര്യം എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളും മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങളങ്ങനെ ചെയ്തു. മാപ്പ് അതെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അപ്പോഴത്തെ ഒരു മാനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനുശേഷം അമ്മ നല്ലതായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. അനിയൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. ഇതിന് ശേഷം ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പറയുന്നതിനോടൊപ്പം ഒരു ചെറിയൊരു എന്താ പറയുക, അവളും ആഹാരം കഴിക്കുന്നില്ല, മാനസികമായിട്ട് തകർന്നു. എന്തെങ്കിലും തരത്തിൽ സംശയിക്കാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. സമാധി തന്നെ അത് തന്നെയാണല്ലോ സനത്തിൽ പറയാൻ. സാർ, സംശയിക്കാനായിട്ട് ഒന്നുമില്ല സാർ. സത്യസന്ധമായിട്ട് ചെയ്യണ കാര്യം നമ്മൾ എത്ര വർഷം ചെന്നാലും നമ്മൾ ഒരു വാക്കല്ലേ പറയൂ. അത് തന്നെയാണ് ഞാനും എൻ്റെ അനുജനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം നല്ല രീതിയിൽ നടക്കണം. കാര്യം ഇനി അതിൻ്റെ അവസാനം കെമിക്കൽ റിപ്പോർട്ട് വരണം. എല്ലാം പോലീസ് ഇന്ന് പോലെ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ട് അവർ സഹകരിക്കും. എന്തുണ്ടെങ്കിലും വിളിച്ചത് വരട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് എല്ലാം മാറട്ടെ. നല്ല രീതിയിൽ അന്വേഷിക്കണം. നല്ല ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കണം. ഓക്കെ, താങ്ക് യു. ഗോപൻ സ്വാമിയുടെ മകനും ഒപ്പം VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരനുമാണ് പ്രതികരിച്ചത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ആ ധാരണ ഞായറാഴ്ച തന്നെ നടപ്പിലാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു എന്നുള്ളതാണ്.
ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, ഈ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ ഹമാസ് നീക്കം അത്തരത്തിൽ നീക്കമായി മുന്നോട്ട് പോയതോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വരേണ്ടതുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. വിവരങ്ങൾ എന്താണ്? വീണ, തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് ഈ വെടിനിർത്തൽ ധാരണ ഞായറാഴ്ച നടപ്പാകുമെന്നാണ് ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരെ കൃത്യമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നത്. അത് സംബന്ധിച്ചുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്ന് പോലും വരികയും ചെയ്തു. പക്ഷേ അതീവ ഗൗരവമായൊരു വിഷയം വീണ്ടും ഡെവലപ്പ് ചെയ്തത്, അതായത് നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിൽ യുദ്ധ ക്യാബിനറ്റാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്യുന്നത്. അത്തരത്തിൽ യുദ്ധ ക്യാബിനറ്റ് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ യുദ്ധ ക്യാബിനറ്റ് ചേർന്നാണ് ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്, നിയമപരമായ വിഷയം കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധ ക്യാബിനറ്റ് ചേരുന്നതിന് മുന്നോടിയായി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് മറ്റു ചില കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ, അതായത് 15 വർഷം വരെ തടവ് അനുഭവിച്ചവരെ അല്ലെങ്കിൽ 15 വർഷത്തോളം ശിക്ഷ അനുഭവിക്കുന്നവരെ, പലസ്തീൻ തടവുകാരായ ഇസ്രായേലിൽ തടവിൽ കഴിയുന്നവരെ വിട്ടയക്കാമെന്നൊരു നിലപാടാണ് നേരത്തെ സ്വീകരിച്ചതെങ്കിൽ അതിൽ ചില അഡീഷണലുകൾ, അതായത് 1000-ഓളം പേരെ വിട്ടയക്കാമെന്നാണ് ധാരണ ആയിരുന്നതെങ്കിൽ അതിൽ കൂടെ കൂട്ടിച്ചേർക്കലുകൾ നടത്താനുള്ളൊരു നീക്കം, അതായത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളുടെയൊക്കെ ഭാഗമായി, നേരത്തെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളുടെയൊക്കെ ഭാഗമായി ഇസ്രായേലിൽ നിയമ നടപടിക്ക് വിധേയരാകുന്നവരെ കൂടി മോചിപ്പിച്ചെടുക്കാനുള്ളൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഗൗരവമേറിയൊരു വിഷയമായി വന്നത്. ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം വന്നതോടെ യുദ്ധ ക്യാബിനറ്റ് ചേരുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ഈ യുദ്ധ ക്യാബിനറ്റ് ചേരുന്നത് നീട്ടിവെച്ചതാണ് ഈ സമാധാന തീരുമാനം അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ തീരുമാനം വൈകാനുള്ള സാധ്യതയിലേക്ക് നീങ്ങുമോ എന്നൊരു ആശങ്കയുണ്ടായത്. തീർച്ചയായും ആ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഇപ്പോൾ ആന്റണി ബ്ലിങ്കൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുന്നു. ഈജിപ്തും ഖത്തറുമായൊക്കെ അനൗദ്യോഗികമായും ഔദ്യോഗികമായും എല്ലാം തന്നെ ചർച്ചകൾ നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തത്. ആ നിലപാടിൽ അദ്ദേഹം പറയുന്നത് 19-ാം തീയതി തന്നെ, അതായത് വരുന്ന ഞായറാഴ്ച തന്നെ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ധാരണകളുടെ ആദ്യഘട്ടം നടപ്പാകും. 34 ബന്ദികൾ, അതായത് 100 ബന്ദികളിൽ 1/3 ബന്ദികളെ വിട്ടയക്കുമെന്നാണ് നിലപാട്. അത് 34 പേരെ വിട്ടയക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഒരു പക്ഷേ അത് 33 ആകാനുള്ള സാധ്യതയുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ടായിരുന്നു. അവരെ വിട്ടയക്കുന്നതിനൊപ്പം തന്നെ സമാനമായ രീതിയിൽ ഈ യുദ്ധ തടവുകാരെയും വിട്ടയക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ആദ്യഘട്ടമായി നടക്കേണ്ടത്. അത് ഈ 19-ന് ഞായറാഴ്ച ആരംഭിക്കേണ്ടതാണ്. അതിൽ ചില കാലതാമസം വന്നേക്കുമെന്ന ഒരു ആശങ്കയാണ് അടുത്ത മണിക്കൂറുകളിലും അല്പം മുമ്പുള്ള മണിക്കൂറുകളിൽ പടർന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആന്റണി ബ്ലിങ്കൻ ഇതിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നത്. യുദ്ധ ക്യാബിനറ്റ് 19-ന് മുമ്പ് തന്നെ ചേരുകയും അത് യുദ്ധ ക്യാബിനറ്റ് ചേർന്ന് ആ തീരുമാനമെടുക്കുകയും 19-ന് തന്നെ വെടിനിർത്തൽ സാധ്യത യാഥാർത്ഥ്യമാകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 3 ഘട്ടമായാണ് ഈ വെടിനിർത്തൽ ധാരണ നടപ്പാക്കുക. ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലുമായി ബന്ദികളുടെ മോചനവും സേനാ പിന്മാറ്റവും ഒക്കെ തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടക്കുകയും അത് സൈനിക അതുപോലെ തന്നെ സുരക്ഷിതമായി ബന്ദികളുടെ മോചനവും സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെയായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച് ശക്തമായ ആക്രമണത്തിൽ ഗാസയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധം കാരണം. അതെല്ലാം തന്നെ പുനർനിർമ്മിക്കുന്നതാണ് 3ാം ഘട്ടമായി നടക്കുക. ഇത്തരത്തിൽ 3 ഘട്ടമായി ഈ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ ധാരണകൾ നടപ്പാക്കേണ്ടത് ലോകത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാലാണ് അമേരിക്കയുടെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ശരിയായി തുടരുക. മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന സൂചന നൽകി മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് അറിയിച്ച ട്രൂഡോ ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തോടൊപ്പം പാർട്ടി നേതൃത്വത്തിൽ നിന്നും ട്രൂഡോ രാജിവെച്ചിരുന്നു. ഐസൺ, നമുക്കറിയാം എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിയ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല പാർട്ടി നേതൃത്വത്തിലേക്ക് പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി താൻ മത്സരിക്കാനില്ല എന്ന് ട്രൂഡോ അറിയിച്ചിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പിൻവാങ്ങൽ എന്നുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരുമോ? ദേവിക, ഇതൊരു രാഷ്ട്രീയ പിൻവാങ്ങൽ എന്നതിനപ്പുറം ഒരു പരാജിതൻ്റെ പിൻവാങ്ങൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ അലൈസ്, അതായത് അദ്ദേഹത്തിൻ്റെ ലിബറൽ പാർട്ടിയെ പിന്തുണച്ചിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടി പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹം രാജിവെക്കുന്നതാണ് അടിയന്തരമായി വേണ്ടതെന്ന് അവരുടെ MP തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഭീകര സംഘടനയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ് എങ്കിൽ കൂടി അവരെ കൂടെ ചേർത്തുകൊണ്ട് തൻ്റെ ഭൂരിപക്ഷം നിലനിർത്തിയ ഒരു വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അവർ തന്നെ
തള്ളിപ്പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. ഖാലിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നതും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടർച്ചയായി കാനഡയിൽ റിപ്പോർട്ട് ചെയ്യുകയും അത് വലിയ വിഷയങ്ങളായി ഭാരതമായി പോലും വലിയ നയതന്ത്ര വിഷയങ്ങളിലേക്കും ഭാരതവുമായുള്ള നയതന്ത്ര ബന്ധം തകരുന്നൊരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്ന ഒരു പിന്തുണയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ ഖാലിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി ഉണ്ടായത്. പാർട്ടിയുമായുള്ള ഒരു സഹകരണം മൂലം അദ്ദേഹത്തിന് ഉണ്ടായത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുന്നണിയിലെ ആ പ്രശ്നവും അതുപോലെ തന്നെ സ്വാഭാവികമായും ലിബറൽ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കുറഞ്ഞതുമാണ് ഈ വിഷയത്തിന് ഈ രാജി അല്ലെങ്കിൽ ഈ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജിവെക്കുന്നു എന്ന് വളരെ നേരത്തെ തന്നെ അറിയിക്കുകയും തീരുമാനം പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്തു എങ്കിൽ കൂടി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പദവികൾ, അതായത് സാങ്കേതികമായി കാവൽ പ്രധാനമന്ത്രിയുടെ പദവിയിൽ അദ്ദേഹം തുടരുന്നുണ്ട് എങ്കിൽ കൂടി 2 സ്ഥാനങ്ങളും അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. ഈ 2 സ്ഥാനങ്ങളും രാജിവെക്കാൻ അടിസ്ഥാനപരമായ കാരണം തന്നെ പാർട്ടിയിൽ നിന്നുള്ള ശക്തമായ എതിർപ്പാണ്. നമുക്കറിയാവുന്നതാണ്, ക്രിസ്റ്റിയ ഫ്രീലാൻഡിൻ്റെ ഒക്കെ രാജിയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായത് ഈ അമേരിക്കയുമായുള്ള തർക്കമാണ്. അമേരിക്കയുമായുള്ള ശക്തമായ വിഷയങ്ങളുണ്ടായി മാറിയത് അത് പരിഹരിക്കുന്നതിന്, അതായത് ഡൊണാൾഡ് ട്രംപ് 25% നികുതി ചുമത്തും കനഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ പ്രതികരിക്കാൻ ചെന്നത് പ്രകോപിപ്പിക്കുന്ന ഒരു രീതിയിലായി എന്നതുകൂടി വളരെ ശക്തമായ എതിർപ്പ് ലിബറൽ പാർട്ടിയിലുണ്ടായിരുന്നു. അത് ലിബറൽ പാർട്ടിയിലും അതുപോലെ തന്നെ മുന്നണിയുടെ അംഗം ഒരു പ്രീണന നയത്തിലൂടെ കൊണ്ടു നടന്നിരുന്ന ഖാലിസ്ഥാൻവാദികൾ പോലും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ രാഷ്ട്രീയമായ ഒരു വലിയൊരു പിന്നോട്ടടി അദ്ദേഹത്തിനുണ്ടായി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ആ ഇരയാക്കപ്പെട്ട ഒരു പിന്നോട്ടടി ഉണ്ടായ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗം വിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവിനെ കണ്ടെത്തേണ്ടതുണ്ട്. മാർച്ച് 9 അത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. 2 പേരാണ് ഇപ്പോൾ പ്രധാനമായും പേരുകളായി പറഞ്ഞു കേൾക്കുന്നത്. മാക്കാനിയുടെയും അതുപോലെ തന്നെ നേരത്തെ രാജിവെച്ച ധനകാര്യമന്ത്രിയുടെ ചുമതലയുള്ള ഉപ പ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡും ഉൾപ്പെടെയുള്ളവർ പാർട്ടി നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചനയും വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരുമായുള്ള അഭിപ്രായ വ്യത്യാസം കൂടി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിൻവാങ്ങലിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ദേവിക. ശരിയായി സർ. ബംഗളൂരുവിൽ US കോൺസുലേറ്റ് ഇന്ന് തുറക്കും. BJP MP തേജസ്വി സൂര്യയാണ് ഇക്കാര്യം അറിയിച്ചത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും കോൺസുലേറ്റ് ഉപകാരപ്പെടും. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തമാക്കുന്നതിനും യാത്രാ നടപടികൾ വേഗത്തിൽ തീർക്കാനും കോൺസുലേറ്റ്സ് കാരണമാകുമെന്ന് തേജസ്വി സൂര്യ പറഞ്ഞു. തീരുമാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും MP നന്ദി അറിയിച്ചു. വീണ്ടും ചരിത്രം കുറിച്ച് നാസ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് പുറത്ത് നടന്ന് സുനിത വില്യംസും നിക് ഹേഗും എക്സ്റേ ടെലിസ്കോപ്പ് ഗൈറോ അസംബ്ലി എന്നിവയുടെ അറ്റകുറ്റപ്പണിക്കായിരുന്നു ദൗത്യം. 12 വർഷത്തിന് ശേഷമുള്ള നാസയുടെ ബഹിരാകാശ നടത്തമാണ് ഇന്നത്തേത്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് നാസ ഗഗനചാരികൾ ബഹിരാകാശത്ത് സ്പേസ് വാക്ക് 91ന്റെ ഭാഗമായത്. ഭാരതീയ വംശജരായ സുനിത വില്യംസും നിക് ഹേഗും ചേർന്ന് ചരിത്ര ദൗത്യം യാഥാർത്ഥ്യമാക്കി. Nick Hague and Sonny Williams, almost an hour into today's spacewalk, will now. Okay, so the last one I have to catch up. Let me just do a couple turns on the last one. ന്യൂട്രോൺ സ്റ്റാർ ഇന്റീരിയർ കോമ്പോസിഷൻ എക്സ്പ്ലോറർ എന്ന എക്സ്റേ ടെലിസ്കോപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു ബഹിരാകാശ നടത്തം. തകർന്ന നക്ഷത്രഭാഗങ്ങളുടെ അകക്കാമ്പ് പരിശോധിക്കുന്ന എക്സ്റേ ടെലിസ്കോപ്പാണ് NICER. ബഹിരാകാശ നിലയത്തിലെ ഗൈറോ അസംബ്ലിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ഉൾപ്പെടെയായിരുന്നു ചരിത്ര ദൗത്യം. ബഹിരാകാശ നിലയത്തിൻ്റെ ഗതിയും ഉയരവും നിർണ്ണയിക്കുന്നതിന് പ്രധാന ഘടകമാണ് ഗൈറോ അസംബ്ലി. സുനിത വില്യംസിൻ്റെ 8ാമത്തെയും നിക് ഹേഗിൻ്റെ 4ാമത്തെയും ബഹിരാകാശ നടത്തമായിരുന്നു യാഥാർത്ഥ്യമായത്. ഭാരതത്തിൻ്റെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയിച്ചതിന് പിന്നാലെ ഭാരതവംശജ ബഹിരാകാശത്ത് നടന്നതും യാദൃച്ഛികമായി. സയൻസ് ഡെസ്ക്, ജനം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. ബീജാപ്പൂർ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ 12 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ സംയുക്ത പരിശോധന തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്? എന്താണ് മേഖലയിലെ അവസ്ഥ ഇപ്പോൾ? വീണാദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സേന ശക്തമാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബീജാപ്പൂർ, കാങ്കർ, നാരായൺപൂർ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CRPFന്റെ കോബ്ര യൂണിറ്റും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്ത പരിശോധനകൾ നടത്തിവരികയാണ്. അതിനിടയിലാണ്
ഇന്നലെ പുലർച്ചെ മുതൽ ബീജാപ്പൂർ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടൽ ഏർപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം മേഖലയിൽ 12 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സുരക്ഷാ സേനയെ മേഖലയിലേക്ക് എത്തിച്ച് പരിശോധന നടത്തുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാസം മാത്രം, അതായത് കഴിഞ്ഞ 30 ദിവസത്തിനിടെ മാത്രം ബീജാപ്പൂർ ജില്ലയിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ 26 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. അത്തരത്തിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ പരിശോധന നിലവിൽ തുടർന്നു വരികയാണ്. അതിന് പ്രത്യേക കാരണം 2 ആഴ്ചകൾക്ക് മുൻപ് ബീജാപ്പൂരിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ രാജ്യത്തിന് വിലപ്പെട്ട 9 സൈനികരുടെ ജീവൻ നഷ്ടമായിരുന്നു. അതിനെ തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് ദിയോസായും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് ശക്തമായ തിരിച്ചടി, കനത്ത തിരിച്ചടി മാവോയിസ്റ്റ് ഭീകരവാദികൾക്ക് നൽകും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിയമം അനുസരിക്കുന്ന രീതിയിൽ ആയുധം വെച്ച് കീഴടങ്ങി പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക, അതല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അതിശക്തമായ പോരാട്ടം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ സുരക്ഷാ സേന നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ ബീജാപ്പൂർ മേഖലയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയായിരുന്നു ഇന്നലെ പുലർച്ചെയോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. 12 ഭീകരർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. പറവൂർ ചേന്ദമംഗലത്ത് കൊല്ലപ്പെട്ട 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. അതേസമയം അക്രമത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ജിതിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ കൂടി ഇന്ന് നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ദേവിക, ഇന്നലെ പറവൂർ ചേന്നമംഗലത്ത് അയൽവാസിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കൊല്ലപ്പെട്ട 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. പറവൂർ ചേന്നമംഗലം സ്വദേശികളായിട്ടുള്ള വേണു, ഉഷ, വിനീഷ എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് അല്പസമയം മുമ്പ് ആരംഭിച്ചത്. ഒപ്പം തന്നെ ഇവരുടെ ഈ സംസ്കാര ചടങ്ങ് ഇന്ന് തന്നെ നടക്കും എന്നുള്ളൊരു വിവരം കൂടിയാണ് ഏതായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് തന്നെ ഇവരുടെ സംസ്കാര ചടങ്ങ് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതുവൈപ്പിലുള്ള മുരുക്കുംപാട ശ്മശാനത്തിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ ഈ അക്രമത്തിൽ ഒപ്പം പരിക്കേറ്റിരുന്ന, അതായത് ഇന്നലെ വീട്ടിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പരിക്കേറ്റ ജിതിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിലെ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ജിതിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു അയൽവാസിയുടെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പിന്നീട് സമീപവാസിയായിട്ടുള്ള ഋതു എന്ന വ്യക്തി ഇവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും ഇരുമ്പ് വടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇതിൽ 4 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് 3 പേർ മരിക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ജിതിൻ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഓക്കെ. കോഴിക്കോട്ടെ മൺമറഞ്ഞ എഴുത്തുകാർ സാഹിത്യലോകത്തിന് നൽകിയ 100 കഥാപാത്രങ്ങൾ മിഠായി തെരുവിലെ SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് കീഴിൽ വീണ്ടും സംഗമിച്ചു. GLPS പയ്യടി മീത്തലിലെ കുട്ടികളാണ് സ്കൂളിൻ്റെ ശതോത്സവത്തിൻ്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടിക്കുപ്പായവും ഇട്ട് വിശ്വപ്രസിദ്ധ കഥാപാത്രങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അതും കൗതുകമുള്ള കാഴ്ചയായി. കോഴിക്കോട് ഇന്ന് സാഹിത്യ നഗരമാണ്. യുനെസ്കോയുടെ പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരം. അതിന് കാരണക്കാർ ഇവരാണ്. ഇവരെന്ന് പറഞ്ഞാൽ SK പൊറ്റക്കാട്, MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, O ചന്തുമേനോൻ, തിക്കോടിയൻ, കുഞ്ഞുണ്ണി മാഷ്, KT മുഹമ്മദ്, ഉറൂബ്, അങ്ങനെ പോകുന്നു ആ പേരുകൾ. ഇവരിലൂടെ പിറവികൊണ്ട കഥാപാത്രങ്ങളും മലയാളികൾക്ക് സ്വന്തമെന്ന പോലെ പരിചയമുണ്ട്. കർണനും ഭീമനും വെളിച്ചപ്പാടും ഓമഞ്ചിലാസറും കൃഷ്ണക്കുറുപ്പും കേളുമാസ്റ്ററും ഇന്ദുലേഖയും ആനവാരി രാമൻ നായരുമെല്ലാം തെരുവിലിറങ്ങി. മലയാള സാഹിത്യത്തിലെ 100 കഥാപാത്രങ്ങൾ കോഴിക്കോട് സാഹിത്യ നഗരത്തിലേക്ക് യാത്ര നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ളതും മൺമറഞ്ഞതുമായ കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിക്കുകയും ആ പുസ്തകങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും അവർ ടീച്ചേഴ്സിൻ്റെയും അമ്മമാരുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അത് വേഷം കെട്ടുകയും
കഥാപാത്രങ്ങളായി മാറിയ കുട്ടികളും സന്തോഷത്തിൽ. ഇതാരാ കെട്ടാൻ പറഞ്ഞാരാ? അത് അമ്മ പറഞ്ഞ. ആരെങ്ങനെ ആക്കി തന്നത്? അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ. അല്ല, ഇങ്ങനെ മേക്കപ്പ് എല്ലാം ഇട്ട് കുപ്പായെല്ലാം ഇടിപ്പിച്ചെന്നാരാ? അത് അമ്മ അല്ല ടീച്ചർ. ഇഷ്ടമുണ്ടോ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്? ഓ, MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ നേരത്തെ അറിയോ? ആരാ? കൊറേ നോവലും തിരക്കഥയൊക്കെ എഴുതിയതാണ്. ഗവൺമെന്റ് LP സ്കൂൾ പയ്യടി മീത്തൽ 100ാം വാർഷികാഘോഷ പരിപാടി ശതോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിനെ ആസ്പദമാക്കി SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുമ്പിൽ കുട്ടികൾ നാടകം അവതരിപ്പിച്ചു. കൃതികൾ കൊണ്ട് അക്ഷര സമർപ്പണവും നടത്തി. തുടർന്ന് KT മുഹമ്മദിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ കുട്ടികൾ നാടക ഗാനങ്ങൾ അവതരിപ്പിച്ചു. ജനം, കോഴിക്കോട്. യക്ഷിയെയും കണ്ടു അല്ലേ? എല്ലാ തരം കഥാപാത്രങ്ങളും അത് തിരിച്ചറിയുന്നതിനായി ആ പുസ്തകമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ നിന്നത്. എത്ര നിഷ്കളങ്കമായല്ലേ കുട്ടികൾ. അവർക്കറിയില്ല അവർ ചെയ്ത കഥാപാത്രം, ആ വേഷം കെട്ടിയ കഥാപാത്രത്തിന്റെ ആഴവും പരപ്പും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അവർക്കറിയില്ല. ശരി, ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. ഭാരതപ്പുഴയുടെ തീരത്ത് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ ഇറങ്ങിയ ദമ്പതികളടക്കം 4 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? മറ്റ് വിവരങ്ങളും കൂടി. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. ഭാരതപ്പുഴയിൽ, ചെറുതുരുത്തിയിലുള്ള ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികളടക്കം ഒരു ദമ്പതികൾ ഉൾപ്പെടെ 4 പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കബീറിന്റെ ഭാര്യ ഷാഹിന, അവരുടെ മകൾ സറ, അവരുടെ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് എന്നീ 4 ആളുകളാണ് മരിച്ചത്. ഈ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുമിച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് ഉടനെ തന്നെ വിട്ടുനൽകാനുള്ള തീരുമാനമാണ്. അതായത് ഈ കുട്ടികൾ കുളിക്കുന്നതിനിടയിൽ പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ 2 ദമ്പതികളും പുഴയിലേക്ക് ഇറങ്ങുകയും തുടർന്ന് ഇവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് വലിയ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെയും വളരെ അപകടകരമായിട്ടുള്ള ഒരു മേഖലയാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ ഷാഹിനയെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുത്ത് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. ഈ 4 പേരുടെയും മൃതദേഹം ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് അവസാനത്തെ ആളുടെയും മൃതദേഹം കരക്കടിപ്പിച്ചത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാം അഗ്നിരക്ഷാസേനയുടെയും എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഈ 4 പേരുടെയും മൃതദേഹം ലഭിച്ചത്. എന്തായാലും വളരെ നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതിനു ശേഷം ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഫുവാദിന്റെ സംസ്കാരം 4 മണിയോട് കൂടി ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദിലാവും. മറ്റു 3 പേരുടെയും സംസ്കാരം ഉച്ചതിരിഞ്ഞ് ചെറുകാട് വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിലായിരിക്കും മറ്റു 3 പേരുടെയും സംസ്കാരം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഓക്കെ. ഓക്കെ, ആ വിഷമകരമായ ഒരു വാർത്ത നമ്മൾ കൈകാര്യം ചെയ്തു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, മകളുടെ ചികിത്സയ്ക്കായി എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കണ്ണൂർ പിലാത്തറയിലെ സജ്ന. മകൾ റിസ്വാനയുടെ കാലിന് നടത്തിയ ഓപ്പറേഷനുകൾക്ക് വേണ്ടി മാത്രം 10 ലക്ഷത്തിലേറെ രൂപയാണ് ചിലവായത്. വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായക ഇടപെടൽ കൊണ്ടാണ് റിസ്വാനയുടെ പ്രധാന ഓപ്പറേഷൻ നടന്നത്. കടം വർദ്ധിച്ചതോടെ കരുതലിന്റെ കരം തേടുകയാണ് സജ്ന. റിസ്വാനയ്ക്ക് വേണ്ടി അമ്മ സജ്ന നടത്തിയ പോരാട്ടം വിജയത്തോടടുക്കുകയാണ്. മകൾ ഉടനെ എഴുന്നേറ്റ് നടക്കും. ഇത്രയും നാൾ ഒഴുക്കിയ കണ്ണുനീരിന് ഫലമുണ്ടാകാൻ പോകുന്നു. ഇതിനിടയിലാണ് ചികിത്സയ്ക്കായി എടുത്ത ബാങ്ക് വായ്പകൾ ഇരുട്ടടിയായി എത്തിയത്. വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത 10 ലക്ഷം രൂപയാണ് മുന്നിലുള്ളത്. തുക ഉടനെ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്കുകൾ പറയുന്നത്. നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ? അങ്ങനെയല്ലാന്ന് ബാങ്കുകാർ ചോദിക്കുന്നത് ലോൺ എടുത്തിട്ട്. ഞാൻ വന്ന് നാണുമായില്ലായിട്ടല്ലോ, അടക്കേണ്ടത് അടക്കണം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അടക്കാൻ പറ്റില്ല. എൻ്റെ മോളിങ്ങനെ സർജറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 10 രൂപ വരെ എനിക്ക് എടുക്കാനില്ല. ഇവിടെ കാണിക്കാൻ തന്നെ ദിവസം വേണം. മാസം 5000 ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത്. മാസത്തിൽ 2-3 പ്രാവശ്യം പോകും. കാരണം എന്ന് വെച്ചാൽ വേദന ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കൂട്ടിയിട്ട് പോകും. ഇവിടെ എവിടെയും കാണിക്കാനും പറ്റില്ല. വീണുപോയ ഘട്ടത്തിൽ കുടുംബത്തിന് താങ്ങായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട്
റിസ്വാനയുടെ പ്രധാന ഓപ്പറേഷൻ തടസ്സങ്ങളില്ലാതെ നടന്നു. കളിയാക്കിയവർക്ക് മുന്നിൽ അഭിമാനത്തോടെ എഴുന്നേറ്റ് നടക്കാൻ റിസ്വാന തയ്യാറെടുക്കുമ്പോഴാണ് ബാങ്ക് വായ്പ പ്രതിസന്ധിയാകുന്നത്. കുറെ ആൾക്കാരിൽ നിന്ന് കുറ്റപ്പെടുത്തൽ കാരണം വാക്കുകൾ കൊണ്ടുള്ള നോവാണ് നമുക്ക് ഏറ്റവും. അടി കിട്ടിയാൽ നമുക്ക് ആ വേദന ആ ഒരു സെക്കൻഡിലൂടെ പോകും. പക്ഷെ വാക്കുകൾ, പലരും പറയുന്ന വാക്കുകൾ മനസ്സിലിങ്ങനെ തറക്കും. അപ്പം ആ വാക്കുകളിൽ നിന്നാണ് ഞാൻ ഊർജം. കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റും, എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത് അവർക്ക് തോന്നാൻ തുടങ്ങി. കുറേ ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. റിസ്വാന നടക്കാനായി മാത്രം 15ലേറെ ഓപ്പറേഷനാണ് ഇതുവരെ നടത്തിയത്. പഠനത്തിലും ചിത്രരചനയിലും മിടുക്കിയായ റിസ്വാനയും അമ്മയും പുതിയൊരു ജീവിതം തന്നെയാണ് മുന്നിൽ കാണുന്നത്. അതിന് ബാധ്യതകൾ ഇല്ലാതെയാകണം. ജനം, കണ്ണൂർ. വാഹനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം കൂടി കോഴിക്കോട് നിന്ന് വരുന്നു. താമരശ്ശേരി ഓടക്കുന്നിൽ വാഹനാപകടത്തിൽ ഒരു മരണം. ഏലത്തൂർ സ്വദേശി മുഹമ്മദ് മജ്ദൂദാണ് മരിച്ചത്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഏതാണ്ട് 12ഓളം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ KSRTC ഡ്രൈവർ ഈ ഇടിയുടെ ആഘാതത്തിൽ പുറത്തേക്ക് വീണുപോയി എങ്കിലും വീണ്ടും ബസ്സിലേക്ക് ഓടിക്കയറി ചെന്ന് ബസ് നിർത്തുകയായിരുന്നു. സാഹസികമായ ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് കൂടുതൽ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ജീവൻ അവിടെ അപകടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിൽ ഒരു മരണം ഉണ്ട് എന്നത് ഏറെ ദുഃഖിപ്പിക്കുമ്പോഴും കൂടുതൽ പേർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയാം. ഇന്നലെ 11:30 കൂടിയാണ് താമരശ്ശേരി ഓടക്കുന്നിലെ ഈ KSRTC ബസ്സും ലോറിയും കാറും കൂട്ടിയിടിച്ച് 12 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് യാത്രക്കാരായ അബൂബക്കർ സിദ്ദീഖ്, ഷഫീർ, കൂടാതെ സാരമായി പരിക്കേറ്റവരുമുണ്ട്. ധന്യ, സിൽജ തുടങ്ങിയ ആളുകൾക്കൊക്കെ അത്തരത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരെ വിവിധ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാറിൽ പ്രധാനമായും 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ലോറിയിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതേറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനമായും താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ മാസത്തെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വാഹനാപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയിലടക്കം വലിയ രീതിയിൽ വാഹനാപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിനൊക്കെ തന്നെയും അതായത് എന്താണ് ഈ അപകടത്തിന് കാരണമായത് എന്നതിന് വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ദേവിക, രാജ്ഭവനിൽ നിന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമസഭയിലേക്ക് പുറപ്പെടുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് സമ്മേളനം ആരംഭിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പുതുമകളുള്ള ഒരു സമ്മേളനം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. പുതിയ ഗവർണർ, പുതിയ സാമാജികർ, അല്ലേ? ചില 2 പേർ പുതിയ സാമാജികരാണ്. അതിൽ പഴയ സാമാജികർ ഒരാളെ കാണാനില്ല, ഇല്ല, സഭയിലില്ല, അദ്ദേഹം രാജിവെച്ച് പോയിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ശാലിനി നമ്മുടെ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ശാലിനി, നമ്മൾ കാത്തുനിന്ന കാഴ്ചയാണ് ഇത്. രാജ്ഭവനിൽ നിന്ന് ഗവർണറും
ആ ഒരു വാഹനവ്യൂഹവും വാഹനവ്യൂഹം. നിയമസഭയിലേക്ക് പോയിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം കാത്തിരിക്കുകയാണ്. വിവരങ്ങൾ വീണ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, പ്രത്യേക വാഹന വ്യൂഹത്തിൽ, വാഹനത്തിന്റെ മുൻസീറ്റിലിരുന്ന് മാധ്യമങ്ങളെ അടക്കം കൈകൂപ്പി വണങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാജ്ഭവന്റെ ഭാഗമാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കോൺവോ അടക്കം ഇവിടുന്ന് നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും 5 മിനിറ്റിനുള്ളിൽ തന്നെ നിയമസഭയുടെ പ്രധാന കവാടത്തിലൂടെ അദ്ദേഹം നിയമസഭയുടെ VIP ഗാലറിയിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എത്തും. അവിടെ മുഖ്യമന്ത്രി, ധനമന്ത്രി, ഒപ്പം തന്നെ നിയമമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ മുൻ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജ്ഭവനിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഒപ്പം തന്നെ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും സർക്കാരുമായിട്ടുള്ള കൊമ്പുകോർക്കലും ഒക്കെ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സമാധാന അന്തരീക്ഷമാണ് സർക്കാരും ഗവർണറുമായിട്ടുള്ളത്. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടെ എത്തിയതിനു ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുക. അത് മുഴുവനും അദ്ദേഹം വായിക്കുമോ, അതോ അദ്ദേഹത്തിന് കേന്ദ്രത്തിന് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിക്കുമോ, എതിർപ്പ് രേഖപ്പെടുത്തി വായിക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തും. കാത്തിരിക്കുകയാണ് 13ാം നിയമസഭയുടെ നിർണായകമായിട്ടുള്ള സഭാ സമ്മേളനം ആരംഭിക്കാൻ. ആ സഭാ സമ്മേളനം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ, ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും കൃത്യം 9 മണിക്ക് തന്നെ നിയമസഭയ്ക്കുള്ളിൽ പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാലത്ത് ഒരുപക്ഷെ സർക്കാരുമായി ഒരു രീതിയിലും തർക്കത്തിനോ വഴക്കിനോ ഒന്നുമില്ല. പക്ഷേ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടുമെന്ന നിലപാട് വ്യക്തമാക്കിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അല്പസമയത്തിനകം നിയമസഭയിൽ നിന്ന് നമുക്ക് കേൾക്കാം. അതിന്റെ ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ, നടപടികളൊക്കെ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വീണ. ഓക്കെ, ശരി ശാലിനി, നമ്മൾ നിയമസഭയിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം എത്തുന്ന കാഴ്ച അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തെ വരവേൽക്കാനായി എന്ന് കൂടി മാധ്യമങ്ങളും മാത്രവുമല്ല എല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്.